അനുഗ്രഹിക്കപ്പെട്ട വർഷിപ്പായിരുന്നു. ഇവിടെ ഓൺലൈനിൽ വാച്ച് ചെയ്യുന്ന എല്ലാവരും ഓർത്ത് കർത്താവിനെ ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഇതിലോൺ കുറച്ച് നാൾ കൂടിയാണ് നമ്മള് ശക്തി നേഷൻസ് സൺഡേ രാവിലെ തുടങ്ങുന്നത്. സൺഡേ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് സൺഡേ രാവിലെ സർവീസ്, ഓൺലൈൻ സർവീസ് ഉണ്ടായിരുന്നു. ഞാൻ ഇന്നലെ വിചാരിക്കുമായിരുന്നു എന്ന് പറഞ്ഞാൽ സൺഡേ രാവിലെ, ഞായറാഴ്ച രാവിലെ ഫ്രീ ആണെങ്കിൽ 1 മണിക്കൂർ സംസാരിച്ചു കൂടാ, വചനം പ്രസംഗിച്ചു. അപ്പൊ അങ്ങനെ ചിന്ത വന്നു കഴിയുമ്പോൾ എന്തിനാണ് ടൈം വേസ്റ്റ് ചെയ്യുന്നതെന്ന് വിചാരിച്ചു. അപ്പൊ കർത്താവ് ഒരു ആലോചന തരുകയും ചെയ്തു. എന്ന് വെച്ചാൽ കർത്താവിൽ ആശ്രയിക്കുന്നവരെ എന്ത് വില കൊടുത്തും സംരക്ഷിക്കുന്ന ദൈവം. അതിനെക്കുറിച്ച് കർത്താവിന്റെ വചനം ഷെയർ ചെയ്യുവാനായിട്ട് ഇന്നലെ വൈകുന്നേരം ദൈവാത്മാവ് പ്രേരണ തരികയും ഇതാണ് കർത്താവിൽ ആശ്രയിക്കുന്നവരെ ദൈവം തന്നെ സംരക്ഷിക്കും. അപ്പം അതിനെപ്പറ്റി പറയാനായിട്ട് ആഗ്രഹിക്കുന്നതെന്ന്, ഇത് കഴിഞ്ഞ് ഫിസിക്കലായിട്ട് ചർച്ച് സർവീസ് ഉണ്ട് 4 മണിക്ക്. പോകണം, ഇവിടുത്തെ സമയം 4 മണി. അപ്പൊ എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരു മിനിറ്റ് പ്രാർത്ഥിക്കും. പിതാവേ, നന്ദിയോടെ സ്തുതിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ കർത്താവ് ഇന്നത്തെ ഈ വചനത്തോർത്ത് കർത്താവ് ഞാൻ സ്തോത്രം ചെയ്യും. പ്രത്യേകിച്ച് വർഷിപ്പിനോർത്ത് കർത്താവ് ഞാൻ സ്തോത്രം ചെയ്യും. വർഷിപ്പ് ലീഡ് ചെയ്ത കർത്താവെ, അവിടുത്തെ സഞ്ജീവ് ആൻസിസ്റ്റർ റോമിയോ ഓർത്ത് കർത്താവെ സ്തോത്രം ചെയ്തു. യേശുവിന്റെ നാമത്തിൽ കർത്താവ് കുടുംബമായിട്ട് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ കർത്താവ് ഈ വചനം കേൾക്കുന്ന ഓരോ വ്യക്തിയിലും പരിശുദ്ധാത്മാവിന്റെ ആ ടച്ച് ചെല്ലുന്നതിനെ ഓർത്ത് നന്ദി പറയും. സ്പിരിച്വൽ അനോയിന്റിങ് കർത്താവ് ഞാൻ കൊടുക്കുന്നതിനെ ഓർത്ത് നന്ദി പറയും. ഏതൊക്കെ മേഖലകളിലെ കർത്താവിന്റെ ആ പ്രസൻസ്, ആ ടച്ച് കിട്ടേണ്ട വഴികൾ കർത്താവ് തന്നെ കാണിച്ചു കൊടുക്കുന്നതിനെ ഓർത്ത് നന്ദി പറയും. പുതിയൊരു അഭിഷേകത്തെ നൽകുന്നതിനെ ഓർത്ത് കർത്താവ് നന്ദി പറയും. ഇൻ ജീസസ് നെയിം ആമേൻ. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരു 40 മിനിറ്റ് സംസാരിക്കേണ്ടായിരുന്നു, 40 മിനിറ്റ് അത് പോയി. അപ്പൊ ഇന്ന് ഞാനിപ്പം ഇത് എടുക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അപ്പസ്തോല പ്രവൃത്തിയില് അതില് 28 അധ്യായം അതിനെ ആസ്പദമാക്കി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പൊ നമ്മള് കർത്താവിൽ ഇന്നത്തെ സബ്ജക്റ്റ് എന്ന് വെച്ചാല് നമ്മൾ കർത്താവിനെ ആശ്രയിച്ച് കഴിയുമ്പോൾ ആ ദൈവം തന്നെ നമ്മളെ സഹായിക്കും. നമ്മൾ വേറൊരു ആശ്രയം നമുക്കില്ല. അതാണ് വേറെ ഒരു ആശ്രയം നമുക്കില്ല. ആശ്രയം ഉണ്ട്. അനേകം ആൾക്കാർക്ക് ദൈവപ്രവൃത്തി ജീവിതത്തിൽ നടക്കാത്ത കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അവര് പല സ്ഥലങ്ങളിൽ വേറെ ആൾക്കാരെ ആശ്രയിക്കും, കർത്താവിനെ ആശ്രയിക്കും. അപ്പൊ കർത്താവിനെ ആശ്രയിച്ച് കഴിയുമ്പോൾ അപ്പൊ കർത്താവ് പറ്റി നമ്മുടെ ജീവിതത്തിൽ ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാല് അപ്പൊ നമ്മൾ ചിന്തിക്കും അത് മറ്റുള്ളവർ വഴിയായിട്ട് ചെയ്ത ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. ഇതാണ് പിശാചിന്റെ കളി. പ്രൈസ് ലോർഡ്. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാ വഴികളും മനുഷ്യപരമായിട്ട് കിട്ടേണ്ട വഴികളെല്ലാം അടഞ്ഞതിന് ശേഷമേ കർത്താവിന് കർത്താവ് ചെയ്യുള്ളൂ. അതാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മനുഷ്യപരമായിട്ട് നമ്മുടെ ജീവിതത്തില് ഹല്ലേലൂയ ഏതൊക്കെ വഴികളിലാണ് നമുക്ക് നമ്മുടെ ജീവിതത്തില്, ഗോഡ് ബ്ലസ് യു, താങ്ക് യു, ഏതൊക്കെ വഴികളിലാണ് നമുക്ക് നമ്മുടെ ജീവിതത്തില് സഹായങ്ങൾ കിട്ടുന്നത്, എന്തെങ്കിലും ആവശ്യത്തിന് നമ്മുടെ ജീവിതത്തിൽ സഹായങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത്, ആ വഴികൾ മൊത്തം അത് അടഞ്ഞതിന് ശേഷമേ ദൈവപ്രവൃത്തി നടക്കത്തുള്ളൂ. എങ്കിലും മാത്രമേ ആ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്ത് നമുക്ക് മനസ്സിലാക്കേണ്ടി പറ്റുള്ളൂ. അതാണ് നമുക്ക് പഴയ നോക്കുവാണെങ്കിൽ നമുക്കറിയാം ദാനിയേലിന്റെ ജീവിതത്തില് ഹല്ലേലൂയ നമുക്കറിയാം. ദാനിയേലിന്റെ പുസ്തകം വായിക്കുകയാണെങ്കിൽ നമുക്കറിയാം കർത്താവ് അത്ഭുതം ചെയ്ത 3 യുവാക്കന്മാരെ കർത്താവ് രക്ഷിച്ചു. പുതിയ നിയമത്തിൽ നോക്കിയാൽ നമുക്കറിയാം പത്രോസ്, പൗലോസ് അവരെല്ലാം കാരാഗ്രഹത്തിൽ നിന്ന് രക്ഷിച്ചു. എന്നാല് മാനുഷികരമായ കൈകൾ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ലാത്ത അവസ്ഥ, അതിലാണ് കർത്താവ് അത്ഭുതം ചെയ്യുന്നത്. ഒരു വാക്യം വായിക്കാതിരിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തി 28 അധ്യായം അതിൽ 3-ാം വാക്യം, ബുക്ക് ഓഫ് ആക്ട്സ് ചാപ്റ്റർ 3 വേഴ്സസ് 3, പ്രൈസ് ലോർഡ്, വേഴ്സസ് 3 and 4 and 5 ഇതിൽ വായിക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തി 28 അധ്യായം അതില് 3, 4, 5 വാക്യങ്ങൾ ഇത് വായിക്കാൻ ആഗ്രഹിക്കുന്നു. പൗലോസ് കുറെ വിറക് പെറുക്കി തീയിലിട്ടപ്പോൾ ഒരണലി ചൂട് നിമിത്തം പുറപ്പെട്ടു അവന്റെ കൈക്ക് പറ്റി. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. ആ ജന്തു അവന്റെ കൈമേൽ തൂങ്ങുന്നത് ബർബരന്മാർ, അത് മലയാളത്തിൽ ബർബരന്മാർ എഴുതിക്കുന്നതൊക്കെ വായിക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. ബർബരന്മാരെ കണ്ടപ്പോൾ, അവിടെ നിൽക്കുന്ന ആൾക്കാരെല്ലാം കണ്ടപ്പോൾ ഈ മനുഷ്യൻ ഒരു കൊലപാതകനും സംശയമില്ല. പ്രൈസ് ലോർഡ്. കടലിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടും നീതി ദേവി അവനെ ജീവിപ്പിരിപ്പാൻ സമ്മതിക്കുന്നില്ല എന്ന് തമ്മിൽ പറഞ്ഞു. പ്രൈസ് ലോർഡ്. അവനോ ആ ജന്തുവിനെ, എന്ന് വെച്ചാൽ ആ പാമ്പിനെ, പ്രൈസ് ലോർഡ്, തീയിൽ കുടഞ്ഞു കളഞ്ഞു.
ദോഷമൊന്നും പറ്റിയില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ നമുക്ക് പറഞ്ഞാല് ഇതാണ്, പൗലോസ് വേറെ സ്വന്തം കാര്യത്തിന് വേണ്ടിയല്ല പോയത്. പൗലോസ് പോയത് ദൈവത്തെ അറിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അറിഞ്ഞ ദൈവ യേശുക്രിസ്തു ലോകത്തിൽ ജീവിച്ചപ്പോൾ യേശുക്രിസ്തു നേരിട്ട് കണ്ടിട്ടുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. പൗലോസ് കണ്ടിട്ടില്ലായിരിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ വചനം പറയുന്നില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പം യേശുക്രിസ്തു നേരിട്ട് കണ്ടിട്ട് വരി. പക്ഷെ യേശുക്രിസ്തുവിന്റെ മരണത്തിന് ശേഷം ദൈവസഭയെ പീഡിപ്പിച്ചു. ദൈവസഭയെ പീഡിപ്പിച്ച വ്യക്തി. പ്രൈസ് ദി ലോർഡ്. അപ്പം കർത്താവിന്റെ ഹിതമായിരുന്നു. നമ്മൾ വിചാരിക്കും പൗലോസ് ദൈവത്തിനെ പീഡിപ്പിച്ച കാരണം പൗലോസിനെ കർത്താവ് വിളിച്ചത്. അങ്ങനെയല്ല. ലോക സൃഷ്ടിക്ക് മുമ്പേ കർത്താവിന്റെ നാമം ജാതികളുടെ മുമ്പിൽ പ്രഘോഷിക്കാനായിട്ട് കർത്താവ് പൗലോസിനെ തെരഞ്ഞെടുത്തതാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത് ഇങ്ങനെയൊക്കെ സംഭവിക്കണം എങ്കിൽ മാത്രമേ പൗലോസിനെ ആ റൈറ്റ് ട്രാക്കിലേക്ക് കൊണ്ടുവരാനായിട്ട് പറ്റത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. അപ്പം ആ ഒരു കർത്താവിന്റെ ഹിതപ്രകാരം തന്നെയാണ് പൗലോസ്, പ്രൈസ് ദി ലോർഡ്, ദൈവസഭയിൽ ഉദ്ധരിച്ച ഹിതപ്രകാരം ഞാൻ പറയുന്നില്ല, അത് അന്താരിത്യം ഉപയോഗിച്ചാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പം കർത്താവിന്റെ ഹിതമാണ് പൗലോസ് ലോക സൃഷ്ടിക്ക് മുമ്പേ കർത്താവിന്റെ വചനം പ്രഘോഷിക്കണമെന്നുള്ളത്. അപ്പൊ അങ്ങനെ പൗലോസ് കർത്താവിന്റെ വചനം പ്രഘോഷിക്കുന്നതിന് മുമ്പായിട്ട് നമുക്കറിയാം ദൈവസഭയെ പീഡിപ്പിച്ചിരുന്നു. തുടർമാനമായിട്ട് കർത്താവിനെ അറിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. കർത്താവിനെ അറിഞ്ഞു കഴിഞ്ഞിട്ട് ഇത് വചനം പഠിച്ചു. നമ്മളിപ്പം വചനം എടുക്കുന്ന ആൾക്കാർക്ക്, നമ്മൾ ആരൊക്കെ മിനിസ്ട്രിയിലേക്കോ വരുന്ന കർത്താവിന്റെ വചനം പ്രസംഗിക്കുന്ന ആൾക്കാർ വചനം പഠിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വചനം പഠിക്കണം. അപ്പം ബൈബിൾ കോളേജോ എവിടെയെങ്കിലൊക്കെ പോയിട്ട് നമ്മൾ വചനം അതിന്റെ എല്ലാം നമ്മൾ പഠിക്കാനായിട്ട് യേശുക്രിസ്തു ഉത്സാഹിപ്പിക്കുന്നു. പൗലോസ് വചനം പഠിച്ചിരുന്നു. അനനിയാസിലൂടെ കർത്താവ് പൗലോസിന് കാഴ്ചശക്തി കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. തുടർമാനമായിട്ട് വചനം പഠിക്കാനായിട്ട് ഇടവന്നു. നമുക്കറിയാം, തുടർമാനമായിട്ട് നമുക്ക് വായിക്കും അറിയാം, കർത്താവിന് വേണ്ടി യഹൂദന്മാരുടെ ഇടയ്ക്ക് കർത്താവിന്റെ വചനം പൗലോസ് പ്രസംഗിച്ചിരുന്നു. ആ യഹൂദന്മാരെ അടുത്ത് കർത്താവിന്റെ വചനം പ്രസംഗിച്ചു. അവിടെ എല്ലാം പൗലോസിനെ റിജക്റ്റ് ചെയ്തു. പ്രൈസ് ദി ലോർഡ്. കല്ലെറിഞ്ഞു. അതേപോലെ തന്നെ പീഡകൾ ഒത്തിരി സഹിച്ചു കർത്താവിന് വേണ്ടി. അപ്പം കർത്താവിനെ അറിഞ്ഞ പൗലോസ് പിന്നെ ആ കർത്താവിന് വേണ്ടിയാണ് നിന്നത്. പ്രൈസ് ദി ലോർഡ്. പിന്നെ കർത്താവിന്റെ വചനം പ്രഘോഷിക്കുന്ന പരമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞപ്പം തിരിച്ച് വീട്ടിൽ പോയില്ല. പ്രൈസ് ദി ലോർഡ്. ഇന്ന് അനേകം ആൾക്കാർ അവരുടെ ജീവിതത്തിൽ തന്നെ പരാജയം ഉണ്ടാകാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് കർത്താവിനെ പ്രഘോഷിക്കാനായിട്ട് ഇറങ്ങിയിട്ട് വീണ്ടും അവർ തിരിച്ച് അവരുടെ സ്വന്തം സെക്യൂർ പ്ലേസ് അന്വേഷിച്ച് അവർ പോകുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പം ആ അവസ്ഥയിൽ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ കർത്താവിന് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പേരും പറ്റത്തില്ല. അപ്പൊ പൗലോസിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് പൗലോസ് ദൈവത്തെ അറിഞ്ഞു. ഉയർത്തെഴുന്നേറ്റ് യേശുക്രിസ്തുവിനെ പൗലോസ് അറിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ആ യേശുക്രിസ്തുവിലൂടെ മാത്രമേ രക്ഷയുള്ളൂ എന്ന് എവിടേക്ക് ദൈവമക്കളെ പീഡിപ്പിച്ചിട്ടുണ്ടോ ആ സ്ഥലങ്ങൾ എല്ലാം ചെയ്യുന്നു. അപ്പോസ്തലന്മാർ എവിടെയൊക്കെ പ്രസംഗിച്ചിട്ടുണ്ടോ ഭൂരിഭാഗം സ്ഥലങ്ങളിലും പൗലോസ് എല്ലാ സ്ഥലങ്ങളിലും യഹൂദയ, സമരിയ, ജൂദയ, ജെറുസലേം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഏഷ്യ, യൂറോപ്പ്, അങ്ങനെയൊക്കെ പറയാം, എല്ലാ സ്ഥലങ്ങളും പോയി കർത്താവിനെ പ്രഘോഷിക്കാൻ ഇടവന്നു. ആ കർത്താവിനെ പ്രഘോഷിച്ച പൗലോസിൻ പറഞ്ഞാല് കർത്താവിന്റെ ആ വചനത്തിൽ നിന്ന് ആ ദൈവത്തെ വിട്ടുള്ള ഒരു പരിപാടി പൗലോസ് ചെയ്തില്ല. ഇത്ര ബുദ്ധിമുട്ട് വന്നപ്പോഴും. ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് കർത്താവിന്റെ വചനം പ്രഘോഷിച്ചുകൊണ്ട് പല സ്ഥലങ്ങളിൽ പോവാണ്. നമുക്കറിയാം പൗലോസ് പോയി കഴിഞ്ഞപ്പം കപ്പൽ അപകടം ഉണ്ടായി, കല്ലേർ കെട്ടി. പ്രൈസ് ദി ലോർഡ്. ഒരു ദിവസം ഒരു പ്രാവശ്യം മരിച്ചു വന്ന് പേര് ചിന്തിക്കുന്ന രീതിയിൽ കല്ലേർ കെട്ടി. പ്രൈസ് ദി ലോർഡ്. അപ്പൊ അത് തുടർമാനായിട്ട് നമുക്കറിയാം. അത് കഴിഞ്ഞ് അപ്പോസ്തല പ്രവൃത്തി അത് നമുക്ക് 16 അധ്യായം നമുക്കറിയാം. അത് പൗലോസും ശീലാസും കാരാഗ്രഹത്തിലായിരുന്നു. കാരാഗ്രഹത്തിൽ നിന്ന് പൗലോസിനെ കർത്താവിന്റെ ശക്തിയാൽ പാടി സ്തുതിച്ചു. പ്രൈസ് ദി ലോർഡ്. അപ്പം തടവിലാക്കിപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പൗലോസ് ഒന്നും പറയാനായിട്ട് പോയില്ല. ആ തടവിലാക്കിയ ആൾക്കാർക്ക് വേണ്ടി ഒന്നും പറയാനായിട്ട് പോയില്ല. അവർക്ക് ഇതൊന്നും ചെയ്യാനായിട്ട് പോയില്ല. ഇന്ന് കർത്താവ് നമ്മുടെ ജീവിതത്തിൽ കർത്താവ് പ്രവർത്തിക്കണമെങ്കിൽ, പ്രൈസ് ദി ലോർഡ്, നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തികളെ കേന്ദ്രീകരിച്ച് നമ്മൾ പ്രവർത്തിക്കാൻ ശ്രമിക്കും. ആ വ്യക്തികളല്ല ചെയ്യുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ വ്യക്തിയിലൂടെ പ്രവർത്തിക്കുന്ന അന്ധകാര ശക്തികളാണ്. ഇന്ന് അനേകം ആൾക്കാർ വാച്ച് ചെയ്യുന്നുണ്ട്. അവർക്ക് വേണ്ടി അതിങ്ങനെ ചെയ്യുന്നുണ്ട്. എൻ്റെ വീട്ടിൽ താമസിക്കുന്ന ആൾക്കാർ ഇങ്ങനെ ചെയ്തു, അയൽവക്കക്കാരങ്ങനെ ചെയ്തു. പ്രൈസ് ദി ലോർഡ്. അല്ലെങ്കിൽ നമ്മുടെ ജോലി സ്ഥലത്തെ ആൾക്കാർ, അത് അവരല്ല ചെയ്യുന്നത്. നിങ്ങൾ കർത്താവിന്റെ വചനത്തിന് വേണ്ടി നിൽക്കുന്ന ഒരൊറ്റ കാരണത്താൽ, പ്രൈസ് ദി ലോർഡ്, അന്ധകാര ശക്തികൾ അവരിലൂടെ പ്രവർത്തിക്കുന്നതാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അവരിലുള്ള അന്ധകാര ശക്തി യേശുവിന്റെ നാമത്തിൽ ശാസിക്കണം. ചിലപ്പോൾ നമ്മൾ ഫാസ്റ്റിംഗ് എടുക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെ ചെയ്യുമ്പോൾ കർത്താവ് അത്ഭുതം ചെയ്യും. ഒന്നെങ്കിൽ അവരെ അവിടുന്ന് മാറ്റിക്കളയും, ചിലപ്പോൾ അത് അവരെ ലോകത്തിൽ നിന്ന് തന്നെ മാറ്റിക്കളയും. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് ദൈവമക്കളായ നമ്മളെ കർത്താവ് സംരക്ഷിക്കും. അല്ല എന്നുണ്ടെങ്കിൽ കർത്താവ് നമുക്കൊരു സെക്യൂർ പ്ലേസ് തന്ന് നമ്മളെ കർത്താവ് ഉയർത്തും. അതാണ് നമ്മുടെ ദൈവം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്കറിയാം അപ്പോസ്തല പ്രവൃത്തി 16 അധ്യായം നമ്മൾ വായിക്കണം അറിയാം. കാരാഗ്രഹം കുലുങ്ങി.
പക്ഷെ കരായത്തിലുള്ള ആൾക്കാർക്ക് എന്തെങ്കിലും പറ്റിയോ? ഒന്നും പറ്റി. ഹല്ലേലൂയ. ഒന്നും പറ്റാതെ കർത്താവ് അവരെ സംരക്ഷിച്ചു. അതുപോലെ തന്നെ പൗലോസിനെ അവിടെ നിന്ന് മാറ്റുകയും ചെയ്തു, പൗലോസിനെ രക്ഷിക്കുകയും ചെയ്തു. പ്രൈസ് ലോർഡ്. അതാണ് നമ്മുടെ ദൈവം. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, ദാനിയേലിന്റെ പുസ്തകം നോക്കുകയാണെങ്കിൽ നമ്മൾ കർത്താവിനെ ആശ്രയിക്കുന്നവരെ സംരക്ഷിക്കും. ചിലപ്പോൾ അവരെ ഉപദ്രവിക്കാൻ വരുന്നവരെ അവർ കർത്താവ് മാറ്റിക്കളയും, ഈ ലോകത്തിൽ നിന്ന് തന്നെ മാറ്റിക്കളയും. നമുക്കറിയാം, ദാനിയേലിന്റെ പുസ്തകം വായിക്കുന്ന ശദ്രക്, മേശക്, അബേദ്നെഗോ 3 യുവാക്കന്മാർ കർത്താവിന് വേണ്ടി പാടി സ്തുതിച്ചു. തിരിച്ചുളി എറിയാൻ പോയ ആൾക്കാരെ കർത്താവ് ലോകത്തിൽ നിന്ന് മാറ്റിക്കളയും. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. അതാണ് പറയുന്നത്. കർത്താവ് എന്താ അങ്ങനെ ചെയ്യുന്നത് നമുക്ക് ചോദിക്കാൻ പറ്റത്തില്ല. അതാണ് കർത്താവിന്റെ അത് വിവേചന അധികാരത്തിൽപ്പെടുന്ന കാര്യങ്ങളാണ്. കർത്താവ് ഒരാളെ നമുക്ക് ദൈവമക്കൾക്കെതിരെ നിൽക്കുന്ന ആൾക്കാരെ ഒന്നെങ്കിൽ ലോകത്തിൽ നിന്ന് മാറ്റിക്കളയും, അല്ലെങ്കിൽ അവരെ ദൈവനാമത്തിന് വേണ്ടി കർത്താവ് ഉപയോഗിക്കും. ഏതെങ്കിലും ഒന്ന് ചെയ്യും. വചനത്തിൽ എങ്ങനെയാ കാണുന്നത് നമുക്കറിയാം. ദൈവവചനത്തിനെ നിന്നതാണ് ദാനിയേലും. അതേപോലെ തന്നെ ദാനിയേൽ വെച്ചാല് ദാനിയേലിന്റെ പുസ്തകം വായിക്കുകയാണെങ്കിൽ നമുക്കറിയാം, ആ 3 യുവാക്കന്മാര് വചനത്തിൽ നിന്നു. അവരെ ഇല്ലാതാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞ് കൊണ്ടുപോയ അകമ്പടി സേവിച്ച ആൾക്കാരെ തന്നെ അവർ ഈ ലോകത്തിൽ നിന്ന് കർത്താവ് മാറ്റി. അവര് തീയുടെ ശക്തിയാല് ദഹിച്ചു എന്നാ പറയും. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. എന്നിട്ടും ആ 3 യുവാക്കന്മാർക്കൊന്നും പറ്റിയില്ല. കർത്താവിൽ ആശ്രയിക്കുന്നവരെ സംരക്ഷിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. അതാണ് ഞാൻ പറയുന്നത്. അപ്പോസ്തല പ്രവൃത്തി നമുക്കറിയാം, കർത്താവ് നേരെ വിപരീതമായിട്ട് കാണിച്ചു. അവരെ ആരും തള്ളിക്കളയും, അവരെ എല്ലാം രക്ഷയിലേക്ക് കൊണ്ടു. അതാണ് എന്റെ രക്ഷയിലേക്ക് കൊണ്ടുവരുന്നു. കർത്താവ് രക്ഷയിലേക്ക് കൊണ്ടുവന്നു. അപ്പൊ നമുക്കറിയാം, അത് കർത്താവിന്റെ ഹിതമാണ്. ഒരാളെ നമുക്കെതിരായിട്ട് നിൽക്കുന്ന ആൾക്കാരെ എന്ത് ചെയ്യണമെന്നുള്ളത്. പക്ഷെ ഉറപ്പായിട്ട് പണിഷ്മെന്റ് ഉണ്ടായിരിക്കും. അതാണ് വചനത്തിന്റെ അടിസ്ഥാനത്തിൽ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, കർത്താവിൽ ആശ്രയിക്കുന്ന നമുക്ക് വേണ്ടി എന്ത് വില കൊടുത്തും കർത്താവ് നമ്മളെ സംരക്ഷിക്കുന്ന ദൈവമാണ്. പുതിയ നമുക്കറിയാം. അപ്പൊ പൗലോസിന്റെ അല്ല, പത്രോസിന്റെ വായിക്കണമെന്നൊക്കെ അറിയാം. 12 അധ്യായം, അപ്പോസ്തല പ്രവൃത്തി 12 അധ്യായം വായിക്കണമെന്നൊക്കെ അറിയാം. പത്രോസ് കാരാഗ്രഹത്തിൽ കടന്നു കഴിഞ്ഞപ്പോൾ പ്രൈസ് ലോർഡ്, ആ പത്രോസിനെ കർത്താവ് സംരക്ഷിച്ചു. പ്രൈസ് ലോർഡ്. അതിനു മുമ്പായിട്ട് യാക്കോബിനെ കൊന്നു. പ്രൈസ് ലോർഡ്. എങ്കിൽ തന്നെയും പ്രൈസ് ലോർഡ് കർത്താവിന് വേണ്ടി പാടി സ്തുതിച്ച് ആ സഭ മൊത്തം കർത്താവിന് വേണ്ടി പാടി സ്തുതിച്ചു കഴിഞ്ഞപ്പോൾ ആ പത്രോസിനെ കർത്താവിന് വേണ്ടി നിന്ന് അവർക്ക് വേണ്ടി നിന്ന വ്യക്തിയെ കർത്താവ് സംരക്ഷിച്ചു. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. അതാണ്. അതിനു മുമ്പായിട്ട് നമുക്കറിയാം, കർത്താവിന് പൗലോസിന് വാഗ്ദത്തം ഉണ്ടായിരുന്നു. വാഗ്ദത്തം കർത്താവ് കൊടുത്തിരുന്നു. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. വാഗ്ദത്തം കൊടുത്ത ശിഷ്യന്മാരിൽ പെട്ട വ്യക്തിയായിരുന്നു പത്രോസ്. വാഗ്ദത്തം എന്ന് വെച്ചാല് കർത്താവ് നമുക്കറിയാം, ശിഷ്യന്മാരെല്ലാവരും നമുക്കറിയാം ഒന്നല്ലേ വേറെ രീതിയിൽ നമുക്കറിയാം, യോഹന്നാൻ ഒഴിച്ച് ബാക്കി എല്ലാവരും 1 വിഭാഗം ശിഷ്യന്മാരും കൊല്ലപ്പെടുകയുണ്ടായിരുന്നു, രക്തസാക്ഷിത്വം വഹിക്കുകയുണ്ടായിരുന്നു. പ്രൈസ് ലോർഡ്. അപ്പം നമുക്കറിയാം എന്താ ഇങ്ങനെയൊക്കെ സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മൾ ഈ ലോകത്ത് ചെയ്യുവാനുള്ള ഒരു പ്രവൃത്തി കർത്താവ് വെച്ചിട്ടുണ്ട്. ആ പ്രവൃത്തി കഴിയുന്നോടെ മേരും കർത്താവ് നമ്മളെ അത് ചെയ്യിപ്പിക്കുക തന്നെ ചെയ്യും. പ്രൈസ് ലോർഡ്. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടണം. പ്രൈസ് ലോർഡ്. നമ്മൾ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ട് നിത്യത്തിലേക്ക് പ്രവേശിക്കണം. അതാണ് മോശയുടെ കാര്യം. നമുക്കറിയാം, മോശയ്ക്ക് കാനാൻ ദേശം അവകാശമാക്കാനായിട്ട് പറ്റിയില്ല. കർത്താവ് ശിക്ഷ കൊടുത്തു. കാനാൻ ദേശം കർത്താവിന്റെ ആ പ്രവൃത്തിയെ അവിശ്വസിച്ച് വഴിയായിട്ട് നമുക്കറിയാം മോശയ്ക്ക് കാനാൻ ദേശം കാണാനായിട്ട് പറ്റിയില്ല. അതേപോലെ തന്നെ നമുക്കറിയാം ജോഷുവും കാലേബും കാനാൻ ദേശത്ത് കാലുകുത്തി അവരോടൊപ്പം ഉണ്ടായിരുന്ന പ്രൈസ് ലോർഡ് ഇസ്രായേലിനെ ഒറ്റ ആൾക്കാർ പ്രൈസ് ലോർഡ് കാനാൻ ദേശം കാലുകുത്താൻ കർത്താവ് അനുവദിച്ചില്ല. കർത്താവിനെ അവിശ്വസിച്ചു. പ്രൈസ് ലോർഡ്. അവിശ്വസിച്ച ഒറ്റ കാരണത്താൽ പ്രൈസ് ലോർഡ് വിശ്വസിക്കുന്നത് നമുക്ക് വേണ്ടി, കർത്താവിന് വേണ്ടി നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ കർത്താവ് നമ്മളെ സഹായിക്കും. ഇന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ള കലോസ് കർത്താവിനെ അറിഞ്ഞു കഴിഞ്ഞാൽ കർത്താവിന് വേണ്ടി നിന്നു. ചുറ്റുവട്ടത്തെ ആൾക്കാരെല്ലാം പൗലോസിനെ നേരത്തെ സപ്പോർട്ട് ചെയ്ത ആൾക്കാർ മൊത്തം ഒറ്റപ്പെടുത്തി ഇല്ലാതാക്കാനായിട്ട് ശ്രമിച്ചു. പ്രൈസ് ലോർഡ്. ഈ ജീവിതത്തിൽ നിന്ന് തന്നെ മാറ്റപ്പെടുത്തുവാനായിട്ട് ശ്രമിച്ചു. എങ്കിലും അറിഞ്ഞ ദൈവത്തിന് വേണ്ടി നിന്ന വ്യക്തിയാണ് പൗലോസ്. പ്രൈസ് ലോർഡ്. ഞാൻ അറിഞ്ഞ ദൈവത്തിന് വേണ്ടി സാക്ഷ്യം പറഞ്ഞ വ്യക്തിയാണ് പൗലോസ്. അതുകൊണ്ട് കർത്താവിന് വേണ്ടി ആർക്കും സാക്ഷ്യം പറയുന്നുണ്ടോ അവരെ കർത്താവ് സംരക്ഷിക്കുക. അതാണ് പൗലോസ് പറഞ്ഞാല് നമുക്കറിയാം, റോമയിൽ പൗലോസിന് പോകണം. അവിടെ പ്രോസിക്യൂഷൻ ഉണ്ട്. പ്രൈസ് ലോർഡ്. അവിടെ വിചാരണയുണ്ട്. നമുക്കറിയാം തടവുകാരുടെ ഒപ്പം പൗലോസിനെ എണ്ണി. എങ്കിൽ തന്നെയും പൗലോസിനെ ഓർത്ത് ആ കപ്പലിലുള്ള എല്ലാവരെയും കർത്താവ് രക്ഷിക്കാനായിട്ട് ഇടവന്നു. എല്ലാ തടവുകാരെയും കർത്താവ് രക്ഷിച്ച ഒരൊറ്റ ദൈവദാസനെ ഓർത്ത്. പ്രൈസ് ദി ലോർഡ്. നമ്മളെ ഒറ്റ ആളെ ഓർത്ത് ചിലപ്പോൾ ആ ഒരു ദേശത്തെ കർത്താവ് വിടുവിക്കും. നമ്മൾ കർത്താവിനോട് നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ. അതാണ് എനിക്ക് ഇന്നത്തെ വചനത്തിൽ പറയാനുള്ളത്. ഇപ്പം അപ്പോസ്തല പ്രവൃത്തി 28 അധ്യായം 3-ാം വാക്യം പറയുന്നത്, പൗലോസ് കുറെ വിറവ് പെറുക്കി. നമുക്കറിയാം ഇങ്ങനെ കപ്പലെല്ലാം തകർന്നു. അപ്പൊ മുൻപ് നമുക്ക് പോകാം ചാപ്റ്റർ ഇങ്ങനെ അതിന്റെ മുമ്പത്തെ വാക്യങ്ങൾ വായിക്കുന്നത്, കപ്പലെല്ലാം തകർന്നു.
അവിടെ നിന്ന് എല്ലാവരും അവർ രക്ഷപ്പെട്ടു. മെലീത്ത എന്നൊരു ദ്വീപിൽ ചെന്നപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. അവിടെ ചെന്ന് കഴിയുമ്പോൾ തീ കായണം. അപ്പൊ അവിടെയുള്ള ആൾക്കാരെല്ലാം സ്നേഹത്തോടുകൂടി പൗലോസിനെ സ്വീകരിച്ചു. തുടർന്ന് നമുക്കറിയാം പൗലോസ് അപ്പോസ്തല പ്രവൃത്തി 28-3 പറയുന്നത്, പൗലോസ് കുറെ വിറവ് പെറുക്കി തീയിലിട്ടപ്പോൾ ഒരു അണലി ചൂട് നിമിത്തം പുറപ്പെട്ടു അവന്റെ കൈക്ക് പറ്റി. അണലി വന്നത് തന്നെ ഒരു അന്തയാശക്തിയുടെ പ്രവർത്തനമാണ്. കാരണം വലിയ ആ ദ്വീപ് മൊത്തം കർത്താവിനെ അറിഞ്ഞിട്ടില്ലാത്ത ആ പ്രദേശം കർത്താവിനെ സ്വീകരിക്കാനായിട്ട് പോകുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിനെ അറിഞ്ഞിട്ടില്ലാത്ത ആ പ്രദേശം അപ്പൊ കർത്താവിനെ അറിഞ്ഞ ഒരു വ്യക്തിയായിട്ട് വീണ്ടെടുക്കാനായിട്ട് പോകും. അതാണ് അവിടെ കണ്ടത്. അതിനെ തടയാനായിട്ടാണ് അന്തയാശക്തികൾ ശ്രമിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഇന്ന് നമ്മൾ ആർക്ക് കർത്താവിന് വേണ്ടി പ്രഘോഷിക്കുന്നുണ്ടോ? പ്രൈസ് ദി ലോർഡ്. നമ്മളെ തടയാനായിട്ടൊരു ദേശം മൊത്തം ദേശത്തിന്റെ അന്തയാശക്തികൾ എഴുന്നേൽക്കും. ഞാനൊക്കെ സ്റ്റേറ്റ് കർത്താവിന്റെ വചനം പ്രസംഗിക്കാനായിട്ട് പോയപ്പോൾ ആ ടെറിട്ടോറിയൽ സ്പിരിറ്റിന്റെ അറ്റാക്ക് പലപ്പോഴും ഉണ്ടാകാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. എനിക്കത് ആത്മാവിൽ അറിയാനായിട്ട് പറ്റും. പ്രൈസ് ദി ലോർഡ്. അത് നമുക്ക് നമ്മള് ദൈവത്തോടൊപ്പം നമ്മളായിരിക്കുമെന്ന് നമുക്ക് അറിയാനായിട്ട് വരുന്നുള്ളൂ. ടെറിട്ടോറിയൽ സ്പിരിറ്റ് നമ്മളെ അറ്റാക്ക് ചെയ്യുമെന്ന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ പേഴ്സണാലിറ്റിനെ ഇല്ലാതാക്കി കളയുന്ന രീതിയിലായിട്ട് അത് ആത്മമടൽ നമുക്ക് അറിയാനായിട്ട് പറ്റും. പിന്നീട് നമുക്ക് കർത്താവിന്റെ വചനം പ്രസംഗിക്കാൻ പറ്റത്തില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് വരുന്ന രീതിയിൽ നമ്മൾ മാറ്റിക്കളയാനായിട്ട് ശ്രമിക്കും. പക്ഷെ എങ്കിലും പ്രൈസ് ദി ലോർഡ് കർത്താവിനെ ആശ്രയിക്കുന്ന വഴിയായിട്ട് അതിൽ നിന്നെല്ലാം കർത്താവ് വിടുവിക്കും. നമുക്കൊന്നും ഒരിക്കലും ഒരു ദോഷവും വരത്തില്ല എന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ എവിടെയൊക്കെ കർത്താവിന്റെ വചനം പ്രസംഗിക്കുന്നുണ്ടോ അവിടെയെല്ലാം അന്ധകാശക്തിയുടെ അറ്റാക്ക് ഉണ്ട്. ഒന്നെങ്കിൽ നമ്മൾ സ്നേഹിക്കുന്ന ആൾക്കാർ വഴിയായിട്ട്, അല്ലെങ്കിൽ നമ്മൾ രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട ആൾക്കാർ അവർ വഴിയായിട്ടും അന്ധകാശക്തികൾ പ്രവർത്തിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പം എങ്ങനെയും കർത്താവിന്റെ വചനം ആ ദേശത്ത് തടസ്സപ്പെടുത്തണം. അപ്പൊ പൗലോസ് അപ്പം അന്ധകാശക്തി എന്ന് പറഞ്ഞാല് ആ കപ്പലിൽ പൗലോസിനെ തകർക്കാനായിട്ട് ശ്രമിച്ചു, ഇല്ലാതാക്കാൻ ശ്രമിച്ചു. പക്ഷെ കർത്താവിന്റെ പ്രവൃത്തി പൗലോസിലൂടെയുള്ള പ്രവൃത്തി നിന്നില്ല. കർത്താവ് പൗലോസിന് കൊടുത്ത അസൈൻമെന്റ് നിന്നിട്ടില്ല, ആ വാക്തത്വം നിന്നിട്ടില്ലായിരുന്നു. പ്രൈസ്. അതുകൊണ്ട് ഒറ്റ കാരണത്താല്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതിന് മുമ്പത്തെ വാക്യം നമുക്കറിയാം, മുമ്പത്തെ ചാപ്റ്റർ വായിക്കണമെന്നറിയാം. അപ്പൊ ആ 14 ദിവസം സൂര്യനെ ചന്ദ്രനെ ഒന്നും കാണാൻ പറ്റത്തില്ലാത്ത രീതിയിൽ അവരെ ആയിരുന്നു. ഭക്ഷണം പേരും കഴിച്ചില്ല. പക്ഷെ പൗലോസ് പറഞ്ഞു എങ്കിലും അതൊന്ന് വായിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. ഒന്ന് വായിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തി ബുക്ക് ഓഫ് ആക്ട്സ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ 26 ചാപ്റ്റർ 26 ഒന്ന് വായിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഗ്ലോറി ബി ടു ഗോഡ്. ഹല്ലേലൂയ. Praise the Lord. Glory be to God. Hallelujah. Glory be to God. ഇതാണ് പറയുന്നത്. അപ്പോസ്തല പ്രവൃത്തി 27 അതിൽ വായിക്കുന്ന വെച്ചാൽ 22 വാക്യം. ബുക്ക് ഓഫ് ആക്ട്സ് ചാപ്റ്റർ 27 വേഴ്സ് 22. ഇതിൽ പറയുന്നത്, എങ്കിലും ഇപ്പോൾ ധൈര്യത്തോടെ ഇരുപ്പാൻ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. കപ്പലിനല്ലാതെ നിങ്ങളിൽ ആരുടെയും പ്രാണന് ഹാനി വരികയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ എന്റെ ഉടയവനും പറഞ്ഞാൽ ഞാൻ സേവിച്ചവനുമായ ദൈവത്തിന്റെ ദൂതൻ, അതാണ് ദൈവത്തിന്റെ ദൂതൻ, ദൈവം അയച്ച വ്യക്തി. പ്രൈസ് ദി ലോർഡ്. ദി ഏഞ്ചൽ ഓഫ് ഗാഡ്. ഇതാണ് പറയുന്നത്, ദൈവത്തിന്റെ ദൂതൻ ഈ രാത്രിയിൽ എന്റെ അടുക്കൽ വന്നു. പ്രൈസ് ദി ലോർഡ്. അടുക്കൽ നിന്നു, പൗലോസേ ഭയപ്പെടരുത്, നീ കൈസരുടെ മുമ്പിൽ നിൽക്കേണ്ടതാകുന്നു. ഓൾറെഡി ഒരു വാക്തത്വം കൊണ്ട് പൗലോസ് പറഞ്ഞു റോമയിൽ പോണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിന്റെ തന്നെ വാക്തത്വം കൊണ്ട് റോമയിലേക്ക് ചെല്ലുമെന്ന്. പ്രൈസ് ദി ലോർഡ്. തുറമാനോട് പറയാണ്, നീ കൈസരുടെ മുമ്പിൽ നിൽക്കേണ്ടതാകുന്നു. നിന്നോടുകൂടെ യാത്ര ചെയ്യുന്നവരെ ഒക്കെയും എണ്ണോ തടിയോ വലുപ്പോ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവരെ മൊത്തം കർത്താവ് പറയുവാണ്, ഞാൻ നിനക്ക് ദാനം ചെയ്തിരിക്കുന്നു, നിന്റെ കയ്യിലേക്ക് തന്നിരിക്കുന്നു. അതാണ് പറയുന്നത്. അപ്പൊ പൗലോസിനെ തന്നെ താർക്കാനായിട്ട് അന്തകാശിക്ക് ശ്രമിച്ചു കഴിഞ്ഞപ്പോൾ പ്രൈസ് ദി ലോർഡ് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുന്ന ആൾക്കാര് ആ കപ്പലിലുള്ള നമുക്കറിയാം തടവുകളിലെല്ലാം അവർക്ക് പുതിയൊരു ജീവിതം കർത്താവ് കൊടുത്തു. ഇതാണ് നമ്മുടെ ദൈവം. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ദൈവത്തിന് പ്രത്യേകത എന്ന് വെച്ചാല് നമ്മളെ ഓർത്ത ദേശത്തെ കർത്താവ് വിടുവിക്കും. അതാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പം അവരും പിന്നീട് കർത്താവിനെ അറിയാനായിട്ട് ഇടവരും. ഇത് പറഞ്ഞു കഴിഞ്ഞാല് പൗലോസിന് നീ ഭയപ്പെടരുത്, നീ കൈസരുടെ മുമ്പിൽ നിൽക്കേണ്ടതാകുന്നു, നിന്നോടുകൂടെ യാത്ര ചെയ്യുന്നവരൊക്കെയും ദൈവം നിനക്ക് ദാനം ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു. അതുകൊണ്ട് പുരുഷന്മാരെ ധൈര്യത്തോടെ ഇരിപ്പിൻ, എന്നോട് അരുൾ ചെയ്തതുപോലെ തന്നെ സംഭവിക്കും എന്ന് ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്നു. അതാണ് കർത്താവ് വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അത് മാറ്റപ്പെടത്തില്ല എന്ന് പൗലോസ് ദൃഢമായിട്ട് വിശ്വസിച്ചു. കാരണം ഈ കർത്താവിനെ വ്യക്തമായിട്ട് അറിഞ്ഞു. ഒരു പ്രാവശ്യമേ കർത്താവിനെ അറിയാൻ പറ്റുള്ളൂ എങ്കിൽ തന്നെയും ആ ദൈവത്തെ കർത്താവ് വേണ്ട പോലെ അറിയാൻ ഇടവരുത്തി. പ്രൈസ് ദി ലോർഡ്. ഇന്ന് എന്നെ കേൾക്കുന്ന എല്ലാവരും എന്ത് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ഈ ദൈവത്തിന്റെ വലിപ്പം നോക്കണം. പ്രൈസ് ഒന്നും അല്ലെങ്കിൽ നമ്മൾ ഉൽപ്പത്തിന്റെ പുസ്തകം ഒന്ന് വായിച്ച്, പുറപ്പാടിന്റെ പുസ്തകം ഒന്ന് വായിച്ച്, പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ അതൊക്കെ വായിക്കുവാണെങ്കിൽ നമുക്കറിയാം ഉൽപ്പത്തിന്റെ പുസ്തകം കർത്താവ് എങ്ങനെയാണ് അബ്രാഹത്തെ സംരക്ഷിച്ചത്, നോഹേനെ എങ്ങനെയാണ് സംരക്ഷിച്ചത്. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. അതേപോലെ തന്നെ
നമുക്കറിയാം ജോസഫിനെ എങ്ങനെയാണ് സംരക്ഷിച്ചത്. അപ്പം എത്ര ബുദ്ധിമുട്ടിലും രക്ഷിച്ചു. അല്ലേ? അപ്പൊ ഇതിൽ നമ്മൾ വായിക്കണം, നമുക്കറിയാം. അപ്പൊ അങ്ങനെ പുതിയ പഴയ പിന്നീട് വായിക്കണം, നമുക്കറിയാം. ദാവീദിനെ കർത്താവ് എങ്ങനെ സംരക്ഷിച്ചു. ശൗലെല്ലാം ദാവീദിനെ കൊല്ലാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞപ്പോൾ, സ്വന്തം മകൻ വരെയും കൊല്ലാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞപ്പോൾ അതിൽ നിന്നെല്ലാം കർത്താവ് സംരക്ഷിച്ചില്ലേ? കാരണം വാക്തത്വം ഉണ്ടായിരുന്നു കർത്താവിന്. ആർക്കൊക്കെ ഏതെങ്കിലും ഒരു വാക്തത്വം കിട്ടിയിട്ടുണ്ടോ? ആ വാക്തത്വം ഓർത്ത് കർത്താവിന് നമ്മൾ സ്തോത്രം ചെയ്യാം. പ്രൈസ് ഹല്ലേലൂയ. നമ്മൾ ഇന്ന് കാണുന്ന എൻഡിങ് ഒന്നും ഒരു എൻഡിങ് അല്ല നമ്മുടെ ജീവിതത്തിൽ. ഇന്ന് കാണുന്ന അവസാനം ഒന്നും ഒരു അവസാനമല്ല. നമ്മുടെ മനസ്സ് ഏത് സമയം പറഞ്ഞുകൊണ്ടിരിക്കും നമ്മൾ തകരും, നമ്മൾ ഈ രാജ്യത്ത് നമ്മൾ നിൽക്കത്തില്ല, നമ്മൾ വിസകൾ കിട്ടത്തില്ല. പ്രൈസ് ലോർഡ് ഹല്ലേലൂയ. ഈ മിനിസ്ട്രി നമ്മൾ നിൽക്കത്തില്ല. പ്രൈസ് ലോർഡ് ഹല്ലേലൂയ. ചിലപ്പോൾ നമ്മൾ കേസുമായിട്ട് ബന്ധപ്പെടുന്ന ആൾക്കാരെ അന്താരാഷ്ട്രത്തിൽ മനസ്സിൽ പറയും, നിങ്ങളെ അറസ്റ്റ് ചെയ്യും, നിങ്ങൾ ഇതോടെ ഇല്ലാതാകുമല്ലോ, അന്താരാഷ്ട്രത്തിൽ പറയും. പക്ഷെ ഇതിൽ നിന്നൊന്നും നമ്മൾ പുറത്ത് പോകരുത്. വാക്തത്വത്തെ മുൻമേൽ നിറയ്ക്കണം. കാരണം നമ്മൾ പറയണം, വലുതും വിശാലമായൊരു വാതിൽ കർത്താവ് തുറന്നിരിക്കുന്നു, എതിരാളികൾ പലതുണ്ട്. പ്രൈസ് ലോർഡ് ഹല്ലേലൂയ. ഒന്നും ഒരിക്കലും ഒരു ദോഷവും എനിക്ക് വരുത്തത്തില്ല എന്ന് ശക്തമായിട്ട് നമ്മൾ മുന്നോട്ട് വാഗുകൊണ്ട് പറയണം. പ്രൈസ് ലോർഡ്. നമ്മൾ കർത്താവിന്റെ വചനം പറയുമ്പോൾ അന്തകാശിക്കൽ അന്തകാശിക്ക് എല്ലാം വിട്ടുപോകും. പ്രൈസ് ലോർഡ് ഹല്ലേലൂയ. കർത്താവിന്റെ വചനം നമ്മൾ ഏറ്റു പറഞ്ഞുകൊണ്ടിരിക്കണം. അപ്പൊ തുടർമാനമായിട്ട് നമുക്കറിയാം, അണലി കടിച്ചു എങ്കിൽ തന്നെയും പൗലോസ് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്ത് ചെയ്യുന്ന വെച്ചാല് അവനോ ആ ജന്തുവിനെ തീയിൽ കുടഞ്ഞു കളഞ്ഞു. എന്ന് വെച്ചാല് ഈ ലോകത്തിൽ ഉണ്ടാകുന്ന മരണ ഭയവും മരണഭീതിയൊന്നും നമ്മൾ അത് ഓർത്ത് നിരാശപ്പെട്ട് കിടക്കാൻ കർത്താവ് ആഗ്രഹിക്കുന്നില്ല. നമ്മളതെല്ലാം നിരാശപ്പെട്ട് നമുക്ക് കടഭാരങ്ങൾ കാണും. പ്രൈസ് ലോർഡ് ഹല്ലേലൂയ. എനിക്ക് എത്രയാണോ ലക്ഷക്കണക്കിന് ഇപ്പൊ കോടികൾ അടുത്ത് കടങ്ങളുണ്ട്. പ്രൈസ് ലോർഡ് ഹല്ലേലൂയ. അപ്പം ഞാൻ പറഞ്ഞാല് അത് ഓർത്ത് നമ്മൾ ഭാരം, എല്ലാത്തിനും ഒരു പോക്ക് വഴിയുണ്ട്, കർത്താവ് തരും. പ്രൈസ് ലോർഡ് ഹല്ലേലൂയ. എല്ലാ നമ്മുടെ ഏത് കടഭാരമാണെങ്കിലും എല്ലാത്തിനും ഒരു പോക്ക് വഴികൾ കർത്താവ് തരും. അതാണ് പറയുന്നത്. പ്രൈസ് നമ്മളെ ഈ ലോകത്തിൽ കാണുന്ന ഒരു ശക്തിക്ക് നമ്മളെ ഇല്ലാതാക്കാൻ പറ്റത്തില്ല പറയുന്നത്. അതാണ് നമ്മൾ ദൈവ മക്കളാണ്. ദൈവ മക്കൾക്ക് കർത്താവ് പ്രൊട്ടക്ഷൻ നമ്മുടെ ജീവിതത്തിൽ പറ്റിയിട്ടുണ്ടെങ്കിൽ തന്നെയും കർത്താവിനോട് നേർപ്പ് പ്രാപിച്ച് നമ്മൾ ചോദിക്കണം. അപ്പൊ കർത്താവ് നമ്മളെ സംരക്ഷിക്കും. പരീക്ഷയോടുകൂടി പോക്കുവഴികളും കർത്താവ് തരും. അതാണ് നമ്മുടെ ദൈവം. നമ്മളിപ്പോ ജീവൻ നഷ്ടപ്പെട്ടെന്ന് വിചാരിച്ച് നമ്മൾ ആത്മഹത്യ ചെയ്യാൻ പോകരുത്. നമ്മളൊന്നും ഇല്ലാന്ന് വിചാരിച്ച് ആത്മഹത്യ ചെയ്യാനായിട്ട് പോകരുത്. അപ്പം നമ്മൾ വീണ്ടും കർത്താവിന്റെ വേലയിൽ ശക്തിപ്പെടണം. ഒറ്റയുള്ളൂ എങ്കിലും ദൈവവചനം പ്രഘോഷിക്കണം. ഒരാളെ ഉള്ളൂ എങ്കിൽ തന്നെയും കർത്താവിന്റെ വചനം മറ്റുള്ളവരോട് പറയണം. ഈ ദൈവത്തിന്റെ ശക്തി പറയണം. പ്രൈസ് ലോർഡ്. ഇന്ന് രാവിലെയോടെ എനിക്ക് ചുമ്മാതെ ഇരുന്ന് ചിലപ്പം ഇരിക്കാം. അപ്പം ഈ കർത്താവിന്റെ ഈ വചനം ഈ അരമണിക്കൂർ പ്രഘോഷിക്കുന്ന 3/4 മണിക്കൂർ പ്രഘോഷിക്കുന്നതായിട്ട് കർത്താവ് ആത്മാക്കളെ ടച്ച് ചെയ്യും. അവരെ വിടുവിക്കപ്പെടും. പ്രൈസ് ലോർഡ് ഹല്ലേലൂയ. ഒരാളെങ്കിലും വിടുവിക്കപ്പെട്ട് കഴിഞ്ഞാൽ ദൈവസന്നിധിയിൽ വലുതാണ്. പ്രൈസ് ലോർഡ്. ചിലപ്പോൾ ഇന്ന് അനേകം ആൾക്കാർ ഒരാളെങ്കിലും ആത്മഹത്യക്ക് വേണ്ടി നിൽക്കുന്ന ആൾക്കാരനെ വാച്ച് ചെയ്യുന്നുണ്ട്. പ്രൈസ് ലോർഡ്. തലവേദന, അതേപോലെ തന്നെ സാധാരണമായ നമുക്കറിയാം, നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റത്തില്ലാത്ത രീതിയിൽ നിങ്ങളുടെ മനസ്സിനെ അന്തകാശക്തി പീഡിപ്പിക്കുന്നു. അങ്ങനെയുള്ള ആൾക്കാർ വാച്ച് ചെയ്യുന്നുണ്ട്. പ്രാർത്ഥിക്കാൻ പറ്റത്തില്ലാത്ത രീതിയിൽ പേഴ്സണാലിറ്റി നഷ്ടപ്പെട്ട ആൾക്കാരെ വാച്ച് ചെയ്യുന്നുണ്ട്. വ്യക്തിത്വം തന്നെ അന്തകാശക്തിയിൽ എടുത്തു മാറ്റിയ ആൾക്കാരെ വാച്ച് ചെയ്യുന്നുണ്ട്. എന്ത് ചെയ്യുന്നു അറിയത്തില്ലാത്ത രീതിക്കുന്ന ആൾക്കാർ. നിങ്ങളെ കർത്താവ് റിസ്റ്റോർ ചെയ്യും. റിസ്റ്റോറേഷൻ ചെയ്തു തരുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. പ്രൈസ് ലോർഡ് ഹല്ലേലൂയ. അതാണ് ചില ആൾക്കാർ മിനിസ്ട്രിയിൽ നിന്ന് തന്നെ നമ്മളെ മിനിസ്ട്രിയെ തന്നെ മാറ്റിക്കളയാനായിട്ട് അന്തകാശക്തി പ്ലാൻ ചെയ്യുന്നു. കാരണം വെച്ചാൽ നമ്മള് കർത്താവിന്റെ വചനത്തിൽ ശക്തിപ്പെടുത്തുന്ന ഒറ്റ കാരണത്താൽ ആ മിനിസ്ട്രിയിൽ തന്നെ മാറ്റിക്കളയുവാനായിട്ട്, കർത്താവിന്റെ വചനത്തിൽ തന്നെ മാറ്റിക്കളയാനായിട്ട് അന്തകാശക്തി പ്ലാൻ ചെയ്യുന്നു. വ്യക്തമായിട്ട് ദൈവത്തിന്റെ വിശുദ്ധാത്മാവ് പ്രേരണ എന്ന് പറയാനായിട്ട്. പ്രൈസ് ലോർഡ് ഹല്ലേലൂയ. അപ്പം അതിനു വേണ്ടിയാണ് ആ ടെറിട്ടറി സ്പിരിറ്റ് അന്തകാശക്തി നമ്മളെ ആക്രമിക്കുന്നത്. പ്രാർത്ഥിക്കാൻ പറ്റത്തില്ലാത്ത അവസ്ഥ, നമ്മുടെ പേഴ്സണാലിറ്റി, നമ്മുടെ മുഖഭാവങ്ങൾ സംസാരിക്കുമ്പോൾ വേറെ രീതിയിൽ മാറ്റപ്പെടുന്ന രീതിയിൽ. പ്രൈസ് ലോർഡ്. അന്തകാശക്തി നമ്മളെ നമ്മുടെ ആ പ്രവർത്തനത്തെ തന്നെ നമ്മുടെ മുമ്പുണ്ടായിരുന്ന പേഴ്സണാലിറ്റി എങ്ങനെയാണ് അതെല്ലാം നഷ്ടപ്പെട്ടു പോയൊരവസ്ഥ. പ്രൈസ് ലോർഡ്. യേശുവിന്റെ നാമത്തിൽ കർത്താവേ, അവരെ എന്നെ വാച്ച് ചെയ്യുന്ന ആ വ്യക്തിക്ക് വേണ്ടി കർത്താവ് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആ നഷ്ടപ്പെട്ട പേഴ്സണാലിറ്റികൾ, പ്രൈസ് ലോർഡ് ഹല്ലേലൂയ, ആ ബലമുള്ള സ്വഭാവം തിരിച്ചു വരട്ടെ. അതാണ് മലയാളത്തിൽ ബലമുള്ള സ്വഭാവം. ആ ബലമുള്ള സ്വഭാവം, ഉറച്ച സ്വഭാവം തിരിച്ചു വരട്ടെ കർത്താവ് യേശുവിന്റെ നാമത്തിൽ. അടിയുറച്ച വിശ്വാസത്തിലുള്ള ഉറച്ച സ്വഭാവം തിരിച്ചു വരട്ടെ. ഇൻ ജീസസ് നെയിം. ഇൻ ജീസസ് നെയിം. ഇതിൽ പറഞ്ഞാല് പൗലോസ് പറയുന്നത് വെച്ചാൽ ആ ജന്തുവിനെ തീയിൽ കുടഞ്ഞു കളഞ്ഞു, ദോഷം ഒന്നും പറ്റിയില്ല. കർത്താവിൽ ആശ്രയിക്കുന്നവരൊന്നും എത്ര പ്രശ്നം വന്നു കഴിഞ്ഞു കഴിഞ്ഞാലും നമ്മളത് നിസ്സാരമായിട്ടെങ്കിൽ കർത്താവിന് സംരക്ഷിച്ചിട്ട് കൈ കൊടുത്തിരുന്ന നിസ്സാരമായിട്ട് നമ്മളത് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രൈസ്. ഈ പ്രശ്നത്തെ ചിന്തിച്ചു കഴിഞ്ഞാൽ എന്താ പറ്റുന്നത്? ഈ പ്രശ്നത്തെ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ചിന്തിച്ചുമായിട്ട് നമുക്ക് എന്തെങ്കിലും നീക്കുവെപ്പ് വരുത്താൻ പറ്റും. പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല. ചിന്തിച്ച് നമ്മൾ സമയം കളയുന്നു, ആരോഗ്യം കളയുന്നു, നമ്മുടെ മനസ്സിനെ ദുർബലമാക്കും. പ്രൈസ് ലോർഡ് ഹല്ലേലൂയ. ആ സമയത്ത് കർത്താവിന്റെ കരങ്ങളിലേക്ക് നമ്മൾ സമർപ്പിക്കണം. കർത്താവേ,
ഈ കാര്യങ്ങൾ മൊത്തം അങ്ങനെ കരങ്ങൾ എന്റെ ജീവിതത്തിൽ ഇന്ന ബുദ്ധിമുട്ടുണ്ട്, ജോലിക്ക് ബുദ്ധിമുട്ടുണ്ട്, പൈസയ്ക്ക് ബുദ്ധിമുട്ടുണ്ട്, പ്രൈസലോ റെന്റ് കൊടുക്കാൻ നിവൃത്തിയില്ലാത്ത അവസ്ഥ, പിള്ളേരുടെ കാര്യം ഇങ്ങനെ ഫാമിലിപരമായിട്ട് ഇങ്ങനെ പ്രൈസലോ ഹല്ലേലൂയ, ഈശോയുടെ കാര്യത്തിൽ ബുദ്ധിമുട്ടുണ്ട്. കർത്താവ് നിന്റെ നിന്റെ ഭാരം എന്നെ സമർപ്പിക്കാൻ കർത്താവ് പറയുന്നു. നീതിമാൻ കുലങ്ങാൻ കർത്താവ് അനുവദിക്കുന്നില്ല. കർത്താവ് നിന്റെ നീതിയെ പ്രഭാതം പോലെ നിന്റെ ന്യായത്തെ ധ്യാനം പോലും പ്രകാശിപ്പിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വചനത്തെ പറയുന്നു. പ്രൈസ് ലോർഡ് ഹല്ലേലൂയ. ആ ഒരൊറ്റ കാരണത്താൽ കർത്താവിന്റെ കരങ്ങളെ സംരക്ഷിച്ചിട്ട് കൊടുത്തിട്ട് ദൈവത്തിൽ നമ്മൾ ആനന്ദിക്കണം. പ്രൈസ് ലോർഡ്. അതാണ് കർത്താവിൽ ആശ്രയിക്കുന്നവർ വീണ്ടും അതാണ് പറഞ്ഞത്, കഴുകന്മാരെ പോലെ ചിറകൊടിച്ചു വരും. നമുക്ക് വഴികൾ കർത്താവ് തുറന്നു വരും. ദൈവത്തിൽ ആശ്രയിക്കാൻ ദൈവത്തിന്റെ വിശുദ്ധാത്മാവ് പറയുന്നു. ഇന്ന് പഴയ നിയമത്തിലായിക്കോട്ടെ പുതിയ നിയമത്തിലായിക്കോട്ടെ, ആരൊക്കെ ദൈവത്തിൽ ആശ്രയിച്ചിട്ടുണ്ട് അവിടെയെല്ലാം കർത്താവ് വിടുതൽ കൊടുത്തിട്ടുണ്ട്. ദൈവത്തിൽ ആശ്രയിക്കുന്ന വ്യക്തി പ്രൈസ് ലോർഡ് ഹല്ലേലൂയ കർത്താവ് വിടുതൽ കൊടുത്തിട്ടുണ്ട്. ഒത്തിരി ക്യാരക്ടേഴ്സ് പറയാനായിട്ടുണ്ട്. നമുക്ക് ഹന്ന ദൈവത്തെ ആശ്രയിച്ചു, തലമുറകളെ കൊടുത്തു. ദാവീദ് ദൈവത്തെ ആശ്രയിച്ചു, വിജയങ്ങൾ കൊടുത്തു. സോളമൻ ദൈവത്തെ ആശ്രയിച്ചു. പ്രൈസ് ലോർഡ് ഹല്ലേലൂയ. കർത്താവ് ജ്ഞാനം മാത്രമല്ല സമ്പത്തും എല്ലാം കർത്താവ് കൊടുത്തു. പ്രൈസ് ലോർഡ് ഹല്ലേലൂയ. പുതിയ നിയമത്തെ അപ്പോസ്തലന്മാര് കർത്താവിനെ ആശ്രയിച്ചു. പ്രൈസ് ലോർഡ്. അവരെല്ലാം കർത്താവ് പ്രൊട്ടക്ട് ചെയ്തു. പ്രൈസ് ലോർഡ് ഹല്ലേലൂയ. നമുക്ക് അസാധാരണ ദൈവപ്രവൃത്തിയിലൂടെ കർത്താവ് അവരെ എല്ലാം മരണത്തിൽ നിന്ന് വിടുവിച്ചു. പ്രൈസ് ലോർഡ്. യോഹന്നാനെ വിടുവിച്ചു കർത്താവ്. അതിൽ വെളിപാടുന്ന പുസ്തകം എഴുതുവാൻ കർത്താവ് കൃപ കൊടുത്തു. എവിടെ ആരൊക്കെ കർത്താവിനെ ആശ്രയിക്കുന്നുണ്ടോ അവിടെ ദൈവപ്രവൃത്തിയുണ്ട്. കാരണം യേശു നാമത്തിന് ശക്തിയുണ്ട്. യേശു ക്രിസ്തു മരിക്കുന്നതിന് മുമ്പായിട്ട് ശിഷ്യന്മാർക്ക് വേണ്ടി യോഹന്നാൻ സുവിശേഷം 17 അധ്യായത്തിൽ പ്രാർത്ഥിച്ചു. പ്രൈസ് ലോർഡ്. അവരെ ലോകത്തിൽ എടുക്കണമെന്നല്ല. പ്രൈസ് ലോർഡ് ഹല്ലേലൂയ. ദുഷ്ടന്മാരിൽ നിന്ന് അവരെ കാത്തു കൊള്ളണം എന്ന് കർത്താവ് സുവിശേഷത്തിലൂടെ യോഹന്നാൻ സുവിശേഷം 17 അധ്യായത്തിൽ കർത്താവ് പിതാവായ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ദുഷ്ടനിൽ നിന്ന് നമ്മളെ എടുക്കുന്ന ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുത്തണം എന്നല്ല, പക്ഷേ അവർ യേശു ക്രിസ്തുവിന്റെ നാമത്തില് പ്രൈസ് ലോർഡ് അവരെ കാത്തു കൊള്ളണമെന്ന് പറഞ്ഞു. പ്രൈസ് ലോർഡ്. അതാണ് പറയുന്നത്. ലോകത്തിൽ നിന്ന് എടുക്കണം എന്നല്ല, ദുഷ്ടനിൽ നിന്ന് അവരെ കാത്തു കൊള്ളണം എന്നാണ് പറയുന്നത്. അപ്പൊ നമുക്കിവിടെ നല്ലൊരു ദീർഘകാലം ഒരു ജീവിതം കർത്താവ് വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. പ്രൈസ് ലോർഡ്. അല്ലെ നമ്മൾ തന്നെ അത് ഇല്ലാതാക്കി ഞാല് ടെൻഷൻ അടിച്ച് ഒന്നും ചെയ്യാതെ ഇരിക്കരുത്. പ്രൈസ്. അങ്ങനെ ചെയ്യാതിരിക്കും നമ്മൾ അന്ധകാശക്തിക്കാൻ നാം നിരാശയ്ക്ക് വരുമ്പോൾ അന്ധകാശക്തിക്കാൻ നമ്മൾ കീഴ്പ്പെടുന്നത്. നമ്മൾ നിരാശ വന്നു കഴിഞ്ഞു കഴിഞ്ഞാലും അത് ദൈവവചനത്തെ നമ്മൾ സ്തോത്രം ചെയ്യണം, വചനം പറയണം. വചനം പറഞ്ഞ് ജസ്റ്റ് ഒന്ന് വചനം പറഞ്ഞു കഴിഞ്ഞാൽ അന്തരീക്ഷത്തിൽ വിട്ടുപോകും. അതാണ് കർത്താവിന്റെ വചനത്തിന് ഭയങ്കര ശക്തിയാണ്. ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മൾ വചനം എടുക്കും. നമ്മൾ പറയണം, എന്റെ വശത്ത് 1000 പേരും വലതുവശത്ത് 10,000 പേരും വീണെന്ന് കഴിഞ്ഞാൽ എനിക്കൊന്നൊരു ദോഷം വരുത്തല്ല നമ്മൾ പറയണം. വചനം പറയണം. അതാണ് പറയുന്നത്. വചനം പിന്നെയും പറയണം. യേശയ്യാപ്രവചനം 54:17 നമ്മൾ പറയണം. വചനം പറഞ്ഞ് പ്രാർത്ഥിക്കണം. നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരു ആയുധവും ഫലിക്കത്തില്ല. അതാണ് പറയുന്നത്. ന്യായവിസ്താരത്തിൽ നിനക്ക് വിരോധമായി എഴുന്നേൽക്കുന്ന എല്ലാ നാവിനെയും നീ കുറ്റം വിതയ്ക്കും. യഹോവയുടെ ദാസന്മാരുടെ അവകാശവും എന്റെ പക്കൽ നിന്നുള്ള അവരുടെ നീതിയും ഇത് തന്നെയാകുന്നു എന്ന് യഹോവ അരുൾ ചെയ്യുന്നു. അതാണ് കർത്താവ് പറയുന്നത്. ഒരു ആയുധവും നമുക്കെതിരായിട്ട് വരിക്കും. നോ വെപ്പൺ ദാറ്റ് ഈസ് ഫോംഡ് അഗൈൻസ്റ്റ് യു ഷാൽ പ്രോസ്പർ. പ്രൈസ് ദി ലോർഡ്. അതാണ് പറഞ്ഞത്. നമുക്ക് വിരോധമായി ഉണ്ടാക്കുന്ന ഒരായുധവും വലിക്കുന്നത്. ദൈവമക്കൾക്ക് അതേപോലെ പ്രശ്നങ്ങളുണ്ടാവും. അതിൽ നിന്നെല്ലാം കർത്താവ് വിടുവിക്കും. അതാണ് കർത്താവ് പറയുന്നത്. പുതിയൊരു പാട്ട് നമുക്ക് തരും, പുതിയൊരു സങ്കീർത്തനം കർത്താവ് തരും, പുതിയൊരു വിഷൻ കർത്താവ് തരും, പുതിയ റെവലേഷൻ കർത്താവ് തരും, പുതിയ നോളജ് കർത്താവ് തരും. പ്രൈസ് ദി ലോർഡ്. ആരും പോകത്തില്ലാത്ത വഴികളിലൂടെ കർത്താവ് നിങ്ങളെ ഓടിക്കുമാറാക്കും. അതാണ് കർത്താവിന്റെ കരുണ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരാളും വിട്ടുകൊടുക്കരുത്. നമ്മൾ ഇന്ന് ഇത്ര ഒറ്റയുള്ളെങ്കിലും കർത്താവിനെ പ്രഘോഷിക്കണം. ഒറ്റയുള്ളെങ്കിൽ ദൈവത്തെ മറ്റുള്ളവരോട് നമ്മൾ സംസാരിക്കണം. അതാണ് യെശയ്യാപ്രവാചകന്റെ പുസ്തകം 54 അധ്യായം. അതില് ജെറമ്യയുടെ പുസ്തകം നമ്മൾ നോക്കിക്കണം. നമുക്കറിയാം. ബുക്ക് ഓഫ് ജെറമ്യ ചാപ്റ്റർ 17:7 ഇതിൽ പറയുന്നത്. ബുക്ക് ഓഫ് ജെറമ്യ ചാപ്റ്റർ 17:7 ഇതിൽ പറഞ്ഞു കഴിഞ്ഞാൽ യഹോവയിൽ 17 അധ്യായം 7 വാക്യം, യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാനെന്ന് ദൈവത്തിന്റെ വിശുദ്ധാത്മാവ് കർത്താവിന്റെ ജനനത്തിന് മുമ്പേ വർഷങ്ങൾക്ക് മുമ്പേ പ്രവചിച്ചു ജെറമ്യയിലൂടെ. അവൻ വെള്ളത്തിനരികെ നട്ടിരിക്കുന്നതും ആറ്റരികെ വേരൂന്നിയിരിക്കുന്നതുമായ വൃക്ഷം പോലെയാകും. ഉഷ്ണം തട്ടുമ്പോൾ അത് പേടിക്കുകയില്ല. അതിന്റെ ഇല പച്ചയായിരിക്കും. വരൾച്ചയുടെ കാലത്ത് വാട്ടം തട്ടാതെ ഫലം കായ്ച്ചു കൊണ്ടിരിക്കും. പ്രൈസ് ദി ലോർഡ്. ക്ഷാമകാലത്തും ഫലം കായ്ക്കും. ക്ഷാമകാലത്തും കർത്താവ് ക്ഷേമമായിട്ട് നടത്തും. ഇസ്ഹാക്ക് ക്ഷാമകാലത്തും വിതച്ചു. ആ ദേശത്തുള്ള എല്ലാവരും പ്രൈസ് ദി ലോർഡ് വിതച്ചിട്ടും കിട്ടിയില്ല. അവര് പറ്റത്തില്ല എന്ന് അവര് മനസ്സും മടിച്ചു. പക്ഷേ ഇസ്ഹാക്ക് പ്രൈസ് ദി ലോർഡ് വാഗ്ദത്തത്തിൽ ജനിച്ച വ്യക്തി
കാല് വെച്ചു, മുന്നോട്ട് വെച്ചു. പ്രൈസ് ദി ലോർഡ്. ആ ക്ഷാമകാലത്തും വിതച്ചു. ബൈബിള് പറയുന്നേ 80 മേനിയോ 90 മേനിയല്ല, 100 മേനി ഫലം കൊയ്തു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രതിസന്ധി ഘട്ടത്തിൽ നമ്മൾ വലത് കാല് വെച്ച് മുന്നോട്ട് പോകണം. സാധിക്കത്തില്ല എന്ന് നമ്മുടെ ചുറ്റും നിന്ന ആൾക്കാരെല്ലാം പറയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിങ്ങളുടെ ബിസിനസ് വിജയിക്കത്തില്ല എന്ന് ചുറ്റുവട്ടം നിൽക്കുന്ന എല്ലാവരും പറയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ കർത്താവ് പറയുന്നു, കർത്താവിലെ ആശ്രയിക്കുന്നവർ വി ആർ റൂട്ടഡ് ആൻഡ് പ്ലാന്റഡ് ഇൻ ദ വാട്ടർ ഓഫ് ജീസസ് ക്രൈസ്റ്റ്. അതാണ് നമ്മൾ യേശു ക്രിസ്തുവിലാണ് നമ്മൾ പടിയപ്പെട്ടിരിക്കുന്നത്. യേശു ക്രിസ്തുവിലാണ് നമ്മൾ വേര് വന്നിരിക്കുന്നത്. യേശു ക്രിസ്തുവിലാണ് നമ്മൾ അവരിൽ വേര് വന്നിരിക്കുന്നത്. ആത്മീയ വളർച്ചയെ നമ്മൾ യേശു ക്രിസ്തുവിനെ പ്രാപിച്ചു കഴിഞ്ഞാൽ, അതുകൊണ്ട് തന്നെ ഈ കർത്താവിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തി ഒരിക്കലും തകർത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യു വിൽ ബി എ ഹിസ്റ്ററി മേക്കർ. പ്രൈസ് ദി ലോർഡ്. അതാണ് പറയുന്നത്. ചരിത്രം നമ്മൾ തിരുത്തിയിടുന്ന വ്യക്തികളാണ് യേശു ക്രിസ്തുവിൽ ആശ്രയിക്കുന്ന ആൾക്കാർ. അതുകൊണ്ട് തന്നെ നമ്മുടെ ചുറ്റുപാടൊന്നും നമ്മൾ നോക്കുക. നെവർ ലുക്ക് അറ്റ് ദ തിങ്സ് വിച്ച് ഇസ് കമ്മിങ് against our life. Never look at what is going on in your surrounding places, but you have to look at always our God. How big is my God? Praise the Lord. What kind of mighty miracle our God is going to do in your life, in all the days of your life. You have to look at the Old Testament and New Testament, what all the miracle our God has done for the children of Israel and for his disciples in the New Testament and Old Testament, and give the praise and thanks to the Lord. The day, the time when you give the praise and thanks to the Lord, praise the Lord, the power of the Lord will come to you. Our God can get you the revelation. Our God can get you the vision. Our God can get you the knowledge. In all the days of your life, our God will teach you how you should go ahead. Praise the Lord. This is what our God. This is our God. അതാണ് നമ്മുടെ ദൈവം. അതാണ് ദാവീദൊന്നും നമുക്ക് ഫിലിസ്ത്യ സൈന്യത്തിന് മുമ്പിൽ നിന്ന് കഴിഞ്ഞാൽ ദാവീദ് കുലുകിയില്ല. ആ ദൈവത്തിന്റെ ശക്തി ദാവീദ് കണ്ടു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അനുഭവിച്ചറിഞ്ഞ വ്യക്തിയായിരുന്നു ദാവീദ്. ഇത് പറയുന്ന കർത്താവ് ജെറമ്യ ചാപ്റ്റർ 17 verses 8. Dennis Narayanasamy, God bless you. Saida Subash, God bless you. Praise the Lord. Hallelujah. May God bless you. Praise the Lord. God bless you. Praise the Lord. Tomin Matthew, God bless you. Claire, God bless you. Praise the Lord. Hallelujah. Napier, Raspberry, God bless you. Anu, Yohanan, God bless you. Harida Sanel, God bless you. Tommy, Betsy, everybody, God bless you. Only watching എല്ലാവരും കർത്താൻ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യാനായിട്ട് ഉത്സാഹിപ്പിക്കും. നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ അനേകം ആൾക്കാർക്ക് കർത്താൻ വന്നെത്തും. എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യാനായിട്ട് ഉത്സാഹിപ്പിക്കുന്നു. പ്രൈസിലോ ഫേസ്ബുക്കിലും പ്രൈസിലോ ഇത് തന്നെ ഈ വീഡിയോ തന്നെ യൂട്യൂബിലും കാണും. പ്രൈസിലോ ഷെയർ ചെയ്യാനായിട്ട് ഉത്സാഹിപ്പിക്കുന്ന എല്ലാവരും. നമ്മുടെ ഒരു ഷെയറിൽ ഒരു ജീവിതം രക്ഷപ്പെടും. അതാണ് പറയുന്നത്. നമ്മുടെ ഒരു ഷെയറിൽ നമ്മൾ ചുമ്മാ ഷെയറിലായിരിക്കും. നമ്മുടെ ഒറ്റ ഷെയറിൽ ഒരു ജീവിതം രക്ഷപ്പെടും. പ്രൈസിലോ അത് രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ ഒരാളുടെ ആത്മാവ് നേടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ലോകം മൊത്തം നേടുന്നേക്കാൾ വലുതാണ് കർത്താവ് പറയുന്നത്. പ്രൈസിലോ നമ്മൾ ഉണ്ടാക്കുന്ന സ്വർണമോ ഇത് സമ്പത്തോ നമ്മുടെ വീട്ടിൽ എന്തൊക്കെ സ്വർണ്ണോ ബാങ്ക് ഇതൊന്നും അല്ല. അതാണ് ഒരാത്മാവിന്റെ വില നോക്കുമ്പോൾ ഇതൊന്നും അല്ലെന്ന കർത്താവ് പറയുന്നത്. അപ്പൊ ഈ ലോകത്തിൽ ഉണ്ടാക്കുന്ന സമ്പത്തിനേക്കാളും അതാണ് ദൈവമക്കൾ ഒരിക്കലും സമ്പത്തിന്റെ പുറകെ പോകുന്നുണ്ടായിരിക്കാം. അത് കർത്താവിനുള്ളവരല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സമ്പത്തിനോ ആ ജോലിക്കോ സാഹചര്യത്തിനോ വില കൊടുക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഞാനൊക്കെ നേരത്തെ ജോലി ചെയ്ത സ്ഥലങ്ങളിലൊക്കെ പൈസപരമായിട്ട് എത്രമാത്രം ഞാൻ പുറത്തു പോകേണ്ടി വന്നിട്ടുണ്ട്. ചില ജോലി റിസൈൻ ചെയ്ത് പോകേണ്ടി വന്നിട്ടുണ്ട്. കാരണം ചില കർത്താവിന്റെ നാമത്തെ പ്രതി ആ കിട്ടിയ പൈസ വേണ്ടത് കുറച്ചുനാൾ ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ കർത്താവ് നമ്മളെ വീണ്ടും കർത്താവ് സംരക്ഷിക്കും. അതാണ് കർത്താവിന് നമുക്കറിയാം. ആ നാമമഹത്വത്തിന് എതിരായിട്ട് പ്രവർത്തിക്കുന്ന ആൾക്കാരെ അടുത്ത് നമ്മൾ നിൽക്കാൻ പോകരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ നമ്മളിലൂടെ നമ്മുടെ ഉള്ള വിഷയോടെ പോകും. അപ്പോഴും അങ്ങനെ നിൽക്കരുത്. അപ്പൊ കർത്താവിന്റെ നാമത്തിനോട് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മളെ സംരക്ഷിക്കാൻ ശക്തനാണ് നമ്മുടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എത്ര ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാലും ഈ ലോകത്തിൽ നിന്ന് മാറ്റിപ്പെടാൻ കർത്താവ് അനുവദിക്കത്തില്ല. അപ്പൊ എത്ര ബുദ്ധിമുട്ടും കർത്താവ് എങ്ങനെയെല്ലാം വഴികളും നമ്മളെ സംരക്ഷിക്കും. ഏതെങ്കിലും രീതി നമ്മളെ പ്രൊട്ടക്ട് ചെയ്യും. ഏതെങ്കിലും രീതിയിൽ നമ്മളെ സംരക്ഷിക്കും. അതാണ് നമ്മുടെ ദൈവം. എങ്ങനെയാണെന്ന് നമുക്കറിയത്തില്ല. അവർ ഗോഡ് ക്യാൻ ഏബിൾ ടു ഗെറ്റ് യു ഹിസ് ഹാൻഡ്. അതാണ് പറഞ്ഞത് യേശയ്യാ 41 പറയുന്നത്, ഫിയർ നോട്ട്, ഐ വിൽ ഹെൽപ്പ് യു. പ്രൈസ്. അതാണ് ഞാൻ നിന്റെ വലതുകൈ പിടിച്ച് ഞാൻ നിന്നെ സഹായിച്ചു. ദൈവത്തിന്റെ വിശുദ്ധാത്മാവ് പറയുന്നത് അതാണ് പറയുന്നത്. കർത്താവിൽ പൂർണ്ണ ഡിപ്പെൻഡ് ചെയ്യാനായിട്ട് കർത്താവ് ആഗ്രഹിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. We have to depend our God 100% today. അതാണ് കർത്താവ് പറയുന്നത്. അത് ജെറമ്യാ പുസ്തകം പറയുന്നത് ഇസ്രായേലിന്റെ പ്രത്യാശയെ യഹോവേ നീ. അതാണ് ബുക്ക് ഓഫ് ജെറമ്യാ ചാപ്റ്റർ 17 verses 8 പറയുന്നത്. അവന് വെള്ളത്തിനേറിയ നടിരിക്കുന്നതും എത്ര തകർന്നാലും വീണ്ടും നമ്മുടെ ആ റൂട്ട് എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ കർത്താവിലുള്ളത്. എത്ര തകർന്നെന്ന് പറഞ്ഞാൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? നമ്മുടെ റൂട്ട് അത് കർത്താവിലാണ്. കർത്താവിന്റെ റൂട്ട് ഏതു സമയം വെള്ളത്തിലാണ്, സമൃദ്ധിയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഉയർച്ചയാണ്. താഴ്ചയുണ്ടെങ്കിലും കർത്താവ് സംരക്ഷിക്കും. അതിൽ നമ്മളെ ഉയർത്തുന്ന ദൈവമാണ്. അത് ദൈവമാണ്. കർത്താവിന്റെ പ്രസൻസ് എന്ന് കഴിഞ്ഞാൽ ഹീസ് എ മൈറ്റി പവർ. ഈ സിറ്റിംഗ് ദ ഡിവൈൻ. അതാണ് ഡിവൈൻ പവർ. അതാണ് അപ്പോസ്തലൻ പൗലോസ് പറയുന്നത്, ദ ക്രൈസ്റ്റ് ഈസ് ഇൻ യു, ദ ഹോപ്പ് ഓഫ് ഗ്ലോറി. അതാണ് മഹത്വത്തിന്റെ പ്രത്യാശയായ ദൈവം നമ്മുടെ ഉള്ളിലിരിക്കുന്നു. സർവശക്തനായ ദൈവം ഇരിക്കുന്നു. നമ്മുടെ ആ വേരിയിരിക്കുന്നത് യേശു ക്രിസ്തുവിലാണ്.
ഈ ലോകം സൃഷ്ടിച്ച ദൈവത്തിലാണ്, മിറക്കിൾ ചെയ്യുന്ന ദൈവത്തിലാണ്, മിറക്കിൾ വർക്കറില്ല. പ്രൈസ്തലോ ആ മൈറ്റി ഗോഡാണ് നമ്മുടെ പ്രതീക്ഷയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ലോകം മൊത്തം എതിരായാലും നമ്മൾ തകർത്തില്ല, ഈ ലോകം മൊത്തം ഇല്ലാതാക്കാൻ ശ്രമിച്ചാലും നമ്മൾ തകർത്തില്ല. പ്രൈസ്തലോട് അല്ലേ, അതാണ് പറയുന്നത്, അവൻ നട്ടിരിക്കുന്നതും ആറ്റരികെ വേരൂന്നിയിരിക്കുന്നതുമായി വൃക്ഷം പോലെയാകും, ഉഷ്ണം തട്ടുമ്പോൾ അത് പേടിക്കുകയില്ല. നോ 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 ആൾക്കാർ നമ്മുടെ ജോലി പോയാലും നമ്മൾ പേടിക്കത്തില്ല. കർത്താവ് നമുക്ക് വേണ്ടി കരുതും. അവൻ നമുക്കായി കരുതുന്നതിനാൽ നമ്മുടെ സകല ചിന്താകുലവും കർത്താവിന്റെ മേലെ ഇട്ടുകൊള്ളുമെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. പ്രൈസ്തലോട് ഹല്ലേലൂയ. അതാണ് പറയുന്നത്, കർത്താവിന്റെ വചനം പറയുന്നു. അത് അപ്പൊ അവൻ വെള്ളത്തിനരികെ നട്ടിരിക്കുന്നതും ആറ്റിരയെ വേരുന്നിരിക്കുന്ന വൃക്ഷം പോലെ ഇരിക്കും. വൃക്ഷം തട്ടുമ്പോൾ അത് പേടിക്കുകയില്ല, അതിന്റെ ഇല പച്ചയോടെ ഇരിക്കും. വരൾച്ചയുള്ള കാലത്തും വാട്ടം തട്ടാതെ ഫലം കായ്ച്ചുകൊണ്ടിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിന്റെ നാമത്തെ പ്രതി വീട്ടുകാർ നിങ്ങളെ തള്ളിപ്പറഞ്ഞു. For the sake of God, praise the Lord, hallelujah. You are all the family members, maybe they are neglecting you. Praise the Lord. You are facing the loneliness. Praise the Lord. Your brothers and sisters and all your working colleagues or your employer or whatever, wherever you are going. Praise the Lord. For the sake of God, you are preaching gospel. Because of this reason, if you are facing the persecution, Bible says our God will prepare a table for you. Because Psalm chapter 23, കർത്താവ് നമുക്കൊരു മേശ നമ്മുടെ ശത്രുക്കളുടെ മുമ്പിൽ കർത്താവ് ഒരുക്കും. സംരക്ഷിച്ച് മാനിച്ച് ഉയർത്തി നമ്മളെ ഉയർത്തുന്ന ദൈവമാണ് നമ്മുടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതാണ് നമ്മൾ. അതുകൊണ്ട് ഈ വചനം എടുക്കുന്ന ഒരാളും നിരാശപ്പെടരുത്. ഏറ്റവും മഹത്വമായ ജോലി നമ്മൾ ചെയ്യുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ശക്തമായ ജോലിയാണ് നമ്മൾ ചെയ്യുന്നത്, ദൈവത്തിൽ ചെയ്യുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ എന്നെ മിനിസ്ട്രി വന്ന പല ആൾക്കാരും മിനിസ്ട്രി വന്നിട്ടുണ്ട്, പലരും. അപ്പൊ ഈ അതേപോലെ തന്നെ എന്റെ ഫേസ്ബുക്കുകൾ എന്റെ അഡ്മിൻ എല്ലാം നഷ്ടപ്പെട്ടു. സോഷ്യൽ മീഡിയ ആയിരിക്കും ഉപയോഗിക്കുന്നത്, ആ പേജുകളെല്ലാം നഷ്ടപ്പെട്ടു. എങ്കിലും കർത്താവിന്റെ വചനം ഞാൻ നിർത്തത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യൂട്യൂബിന്റെ അഡ്മിൻ എല്ലാം നഷ്ടപ്പെട്ടു. വാട്സാപ്പ് എല്ലാം ഹാക്ക് ചെയ്ത് ആയിരിക്കും അവർ മെസ്സേജ് അയച്ചിട്ട് ഞാൻ മോശമായിട്ട് മെസ്സേജ് അയച്ചെന്നെല്ലാം പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മിനിസ്ട്രി വന്ന ആൾക്കാരെയൊക്കെ അവർ എങ്ങനെയെങ്കിലും പറഞ്ഞ് മാറ്റപ്പെടുത്താനായിട്ട് ശ്രമിക്കും. പ്രൈസ് ദി ലോർഡ്. പക്ഷേ എങ്കിലും ഞാൻ അവരെ നോക്കത്തില്ല. അവിടെ കർത്താവ് ഒരു വിഷയം, അതുപോലെ നമ്മൾ നിൽക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവരൊക്കെ എന്നേ മാറ്റപ്പെടും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇതൊക്കെ അഭ്യാസിച്ച പ്രവർത്തനമാണ്. നമ്മൾ ഇതിലൊന്നും നിൽക്കരുത്. ചിലപ്പോൾ നമ്മുടെ മിനിസ്ട്രി വന്ന ആൾക്കാർ ഇന്നും മിനിസ്ട്രി വരും, നാളെ ചിലപ്പോൾ അത് കാണത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എങ്കിലും ചിലപ്പോൾ ഒത്തിരി ആൾക്കാർ വരും, ചിലപ്പോൾ അവരെല്ലാവരും വന്നിട്ട് പോകും. ഞാനൊക്കെ ചർച്ചിൽ വന്നു കഴിഞ്ഞപ്പോൾ ആദ്യഘട്ടങ്ങളൊക്കെ ആരുമില്ലായിരുന്നു. പിന്നെ ചർച്ചിൽ ഒത്തിരി ആൾക്കാരുണ്ട്, പിന്നെയും പോകും. പ്രൈസ് ദി ലോർഡ്. ചർച്ചിൽ വരുന്ന ആൾക്കാരെ പറഞ്ഞ് മാറ്റി കളയിപ്പിക്കാൻ തന്നെ ഒരു അമ്പാശക്തിയുടെ ഒരു ടീം. പ്രൈസ് ദി ലോർഡ്. എന്ന് വിചാരിച്ച് കർത്താവിന് വേറെ ഒന്നും നിർത്താൻ പറ്റുമോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എത്ര സീറോ ആയാലും, എത്ര ഒന്നുമില്ലായ്മ വ്യക്തിയായാലും, എത്ര വർദ്ധിച്ചാലും, ഒന്നുമില്ലായ്മ വ്യക്തിയായാലും വീണ്ടും ദൈവത്തെ നമ്മൾ പ്രഘോഷിച്ചുകൊണ്ടിരിക്കണം. പോകുന്ന വഴി അതേപോലെ തന്നെ മുമ്പോട്ട് പോകണം. പ്രൈസ് ദി ലോർഡ്. അതാണ് നമ്മുടെ ദൈവം. പ്രൈസ് ദി ലോർഡ്. കർത്താവ് നമ്മളെ സംരക്ഷിക്കും, ഉയർത്തും, മാനിക്കും. ദൈവവേല കർത്താവ് നിങ്ങൾക്ക് തന്നിട്ടുണ്ടോ? പ്രൈസ് ദി ലോർഡ്. ആൾക്കാർ ഒരിക്കലും നോക്കരുത്, ചുറ്റുവട്ടത്തെ നോക്കരുത്. നമ്മൾ ശക്തമായിട്ട് മുന്നോട്ട് പോകണം. ഈ ദൈവം നമ്മളെ ഉയർത്തും, പരിപാലിക്കും, മാനിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനത്തെ ദൈവമാണ് നമ്മുടെ ദൈവം. ആ ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. അതാണ് യെരമ്യാ 11 പുസ്തകം പറയുന്നത്, അവൻ വെള്ളത്തിനരികെ നട്ടിരിക്കുന്നതും ആറ്റരികെ വേര് വന്നിരിക്കുന്നതുമായ വൃക്ഷം പോലെയാകും. ഉഷ്ണം തട്ടുമ്പോൾ അത് പേടിക്കുകയില്ല, അതിന് ഇല പച്ചയായിരിക്കും. വരൾച്ചയുള്ള കാലത്തും വാട്ടം തട്ടാതെ ഫലം കായ്ച്ചുകൊണ്ടിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പം എന്നെ കേൾക്കുന്ന എല്ലാവരും ഒരു വാക്യോടെ വായിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. ബുക്ക് ഓഫ് ജെറമ്യാ ചാപ്റ്റർ 20 ഇത് പറയുന്നതെന്ന് വെച്ചാൽ വേഴ്സ് സിലോം പറയുന്നത് വെച്ചാൽ, യഹോവയൊരു മഹാവീരനെ പോലെ എന്നോട് ചെയ്യണം. നമ്മുടെ ദൈവത്തിന് പ്രത്യേകത വെച്ചാൽ കർത്താവിന് വേണ്ടി നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ശക്തമായിട്ട് കർത്താവ് നമ്മളെ പ്രതി. അതാണ് നമ്മുടെ കർത്താവിന് വേണ്ടി നമ്മളൊരു വചനം പറഞ്ഞു കഴിഞ്ഞാൽ ശക്തമായിട്ട്. ഇപ്പൊ യുകെയിൽ ഇപ്പൊ ചർച്ചുകളൊക്കെ എന്നെ അവരെ എൻകറേജ് ചെയ്യാനായിട്ട് എന്നെ വിളിക്കാറുണ്ട്. പ്രൈസ് ദി ലോർഡ്. ചർച്ചുകളിലൊക്കെ അവരുടെ ആദ്യ ഘട്ടങ്ങളിൽ ഞാൻ പോകാറില്ലായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇപ്പൊ ചർച്ചുകൾ, പ്രൈസ് ദി ലോർഡ്, അവരുടെ ചർച്ച് മെമ്പേഴ്സിനെയൊക്കെ സ്ട്രീറ്റിൽ എൻകറേജ് ചെയ്യാനായിട്ടും വിളിക്കാറുണ്ട്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഇനി തുടർന്നുള്ള ദിവസങ്ങളിൽ ഓരോ ഇംഗ്ലീഷ് ചർച്ചുകളിലും ആഫ്രിക്കൻ ചർച്ചുകളിലും മലയാള ചർച്ചുകളിലൊക്കെ പോകണം. പ്രൈസ് ദി ലോർഡ്. അപ്പൊ എല്ലാവരെയും എൻകറേജ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു. ഇപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, നമുക്ക് കിട്ടിയ കർത്താവിന്റെ കൃപ അത് ഉപയോഗിക്കണം, ഫലപ്രദമായിട്ട് ഉപയോഗിക്കണം. പ്രൈസ് ദി ലോർഡ്. നമ്മൾ കളയരുത്. അപ്പൊ നമുക്ക് ഇപ്പൊ മഴയിൽ കൊണ്ടുവന്ന് വിചാരിച്ച് ചിലപ്പോൾ അന്താഴ്ചയിലായി നമ്മൾ എങ്ങനെയെന്ന് കർത്താവിനെ പ്രഘോഷിക്കുന്ന മഴയല്ലെന്ന് ചിന്തിക്കും. പ്രൈസ് ദി ലോർഡ്. മഴയാണെങ്കിൽ കുട ചൂടി കർത്താവിനെ പ്രഘോഷിക്കണം. ഇപ്പൊ ഞാനൊക്കെ കർത്താവിനെ പ്രഘോഷിക്കാൻ സ്ട്രീറ്റിൽ പോയി കഴിഞ്ഞാൽ അപ്പൊ നമുക്കറിയാം, അപ്പൊ മഴയുള്ള സമയം, അപ്പൊ ഒരു പാസ്റ്റർ എൻ്റെ അടുത്ത് വരാന്ന് പറഞ്ഞു. ആദ്യമായിട്ട് പാസ്റ്ററിനെ കാണുന്നു, മലയാളിയല്ല, വേറെ ഒരു ഭാഷ സംസാരിക്കുന്നു. അപ്പൊ പാസ്റ്റർ, ഇന്ന് മഴ എങ്ങനെ കർത്താവിനെ പ്രഘോഷിക്കും? ഞാൻ പറഞ്ഞു, ഇനി കുടയുണ്ടെന്ന് പറഞ്ഞു. കൊടി ചൂടി പ്രസംഗിക്കാറെന്ന് പറഞ്ഞു. കൊട ഓടി ഞങ്ങൾ കർത്താവിന് വഴി. അദ്ദേഹം ചിന്തിച്ചില്ല.
പക്ഷേ ഞാൻ അവിടെ ചെന്നു 2 സിറ്റി എന്ന് കർത്താൻ പ്രവേശിച്ചു കൂടെ. കർത്താവ് ഉണർവ് ചെയ്തോണം. ഞാൻ പറഞ്ഞു വരുന്നത്, സിറ്റുവേഷൻ നമ്മൾ നോക്കരുത്. നമ്മൾ കൊല്ലപ്പെട്ടാനൊന്നും പോകുന്നില്ല, കർത്താവ് സംരക്ഷിക്കും. കൊല്ലപ്പെട്ടാലും ഈ കർത്താവിനോട് നിന്ന് കഴിഞ്ഞിരുന്ന ജീവൻ നമുക്കുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ നമ്മൾ കർത്താവിന് വേണ്ടി നിൽക്കണം. കർത്താവ് പറയുവാണ്, ബുക്ക് ഓഫ് ജെറമിയ ചാപ്റ്റർ 20 വേഴ്സസ് 11 പറയുവാണ്, പ്രൈസ് ദി ലോർഡ്, എന്നാൽ യഹോവ ഒരു മഹാവീരനെ പോലെ എന്നോട് കൂടെയുണ്ട്. ആകയാൽ എന്നെ ഉപദ്രവിക്കുന്നവർ ഇടറി വീഴും. ദുഷ്ടരുടെ ആലോചന കർത്താവ് അവര് വെച്ചിനെ തകർത്ത് കളയും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമുക്കെതിരായിട്ട് നിൽക്കുന്ന ആലോചന എല്ലാം കർത്താവ് തകർത്ത് കളയും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പൊ അതാണ് പറയുന്നത്, കർത്താവ് വചനം പറയുന്നത്. അതുകൊണ്ട് തന്നെ എത്ര ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാലും, എത്ര പ്രയാസങ്ങൾ വന്നു കഴിഞ്ഞാലും, കർത്താവിന്റെ വചനത്തിന് വേണ്ടി കർത്താവ് നിങ്ങളെ വിളിച്ചിട്ടുണ്ടോ? ലോകത്തിലെ ഏറ്റവും നല്ല ഡിസിക്ഷനാണ് ഗോസ്പൽ പ്രീച്ചിങ്. ഇത്രമാത്രം ഡീസന്റ് ജോലി വേറെയില്ല. ഇത്രമാത്രം നമ്മൾ ലോകം സൃഷ്ടിച്ച ദൈവത്തെ വിറ്റ്നസ് ചെയ്യാൻ വിളിക്കപ്പെട്ട ഒരു ജനത്തെ പോലെയുള്ളൊരു ഒരു വീണ്ടെടുക്കപ്പെട്ട ജനം വേറെയില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ ഇന്ന് പ്രസംഗിക്കുന്ന വചനം ശക്തമായ വചനമാണ് ഞാൻ പ്രസംഗിക്കുന്നത്. നമ്മൾ പ്രസംഗിക്കുന്നത്, നിങ്ങൾ കേൾക്കുന്ന വചനം, നിങ്ങൾ വിറ്റ്നസ് ചെയ്യുന്ന ജീസസ് ക്രൈസ്റ്റ്, യേശു ക്രിസ്തു, അത് ലോകം സൃഷ്ടിച്ച ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. ആ ദൈവത്തിന്റെ ശക്തി അനന്തമാണ്. അത്രമാത്രം ശക്തവും ശ്രേഷ്ഠമായ ഒരു കാര്യം ലോകത്തിൽ വേറെ ഡിസിഗ്നേഷൻ ഇല്ല പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കൊരു പൗലോസ് കർത്താവിന് വേണ്ടി നിന്ന് കഴിഞ്ഞപ്പോൾ കർത്താവ് പൗലോസിന് വേണ്ടി നിന്നു, കർത്താവ് പത്രോസിന് വേണ്ടി തന്നു, രക്ഷിച്ചു, കാരാഗ്രഹത്തിന് രക്ഷിച്ചു. കർത്താവ് ശദ്രക്ക് മേശക്ക് അബ്ദനെഗോയ്ക്ക് വേണ്ടി തന്നു. പഴയത് കർത്താവ് ദാനിയേലിന് വേണ്ടി തന്നു. പ്രൈസ് ദി ലോർഡ്. കർത്താവ് അബ്രാഹത്തിന് വേണ്ടി തന്നു. പ്രൈസ്. കർത്താവ് ദാവീദിന് വേണ്ടി തന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കർത്താവിനെ ആശ്രയിച്ച ഒരു വ്യക്തിയും തകരാൻ കർത്താവ് അനുവദിച്ചിട്ടില്ല. ഇന്ന് കർത്താവിനോട് നിങ്ങൾ ഈ വചനം ഫിനിഷ് ചെയ്യുമ്പം എനിക്ക് പറയാനായിട്ടുള്ള, ഈ കർത്താവിനോട് നിങ്ങൾ ആശ്രയിക്കുന്നുണ്ട്, ഒരു വിധത്തിൽ നമ്മളെ തകരാൻ കർത്താവ് അനുവദിക്കുന്നില്ല. എല്ലാ മേഖലകളിലും കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും, ശക്തിപ്പെടുത്തും. വീണ്ടും നമുക്ക് പുതിയ പാട്ടുകൾ കർത്താവ് തരും. വീണ്ടും പുതിയ പ്രതീക്ഷകൾ കർത്താവ് തരും. പ്രൈസ്. തകർന്ന അവസ്ഥ വീണ്ടും പണിയപ്പെടും. നമുക്ക് അസ്ഥികൾ ബലം പ്രാപിക്കും. അപ്പോസ്തലരുടെ പ്രവൃത്തി 3-ാം അധ്യായത്തിൽ പറഞ്ഞ പോലെ തന്നെ നസ്രാനെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആ മുടനായ വ്യക്തിയുടെ ആ കാലുകളും അസ്ഥികളും എല്ലാം ബലം പ്രാപിക്കും. നമുക്ക് കർത്താവ് ബലം തരും. നമ്മൾക്ക് അസ്ഥികൾ മാത്രമല്ല, നമ്മുടെ എന്തൊക്കെ അവയവങ്ങൾ നിർജീവ വ്യവസ്ഥയിലായിട്ടുണ്ട്, അതെല്ലാം കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ബലം തരും. ഇൻ ജീസസ് നെയിം പ്രാർത്ഥിക്കുന്നു. എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തിക്ക് വേണ്ടി കർത്താവ് ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രൈസ്. രോഗികളായ ആൾക്കാർ രോഗമുള്ള സ്ഥലത്തേക്ക് കൈവെക്കാനായിട്ട് യേശുക്രിസ്തു ഉത്സാഹിപ്പിക്കുന്നു. പ്രൈസ് ലോർഡ്. ഒരു മിനിറ്റ് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന എല്ലാവരും എന്തെങ്കിലും മാനസികമായിട്ട് ബുദ്ധിമുട്ടുന്ന ആൾക്കാരാണെങ്കിൽ എന്നോടൊപ്പം പ്രാർത്ഥിക്കാൻ ജോയിൻ ചെയ്യാൻ ഉത്സാഹിപ്പിക്കുന്നു. പ്രൈസ് ലോർഡ്. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും, നിങ്ങളെ ടച്ച് ചെയ്യും. നിങ്ങളുടെ സ്ഥിതിക്ക് കർത്താവ് വ്യത്യാസം വരുത്തും. കാരണം നമ്മുടെ ദൈവം ശക്തനായ ദൈവമാണ്. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. ഒരു മിനിറ്റ് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. പിതാവേ, നന്ദിയോടെ സ്തുതിക്കുന്നു. എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തിക്ക് വേണ്ടി കർത്താവെ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇന്ന് കർത്താവിന്റെ വചനം കർത്താവ് ഇന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അനേകം ആൾക്കാരിൽ കർത്താവിന്റെ വചനത്തിന്റെ ശക്തി കൊടുത്തതിനോട് നന്ദി പറയുന്നു. പ്രത്യേകിച്ച് കർത്താവ് ആ പൗലോസിന്റെ ആ ലേഖന അപ്പോസ്തല പ്രവൃത്തി ആസ്പദമാക്കി കർത്താവ് ഇന്ന് സംസാരിക്കാനുള്ള കൃപ തന്നപ്പോൾ കർത്താവ് ആ പൗലോസിനെ കർത്താവ് എങ്ങനെ സംരക്ഷിക്കുന്ന ദൈവമാണ് കർത്താവ്. എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തിയോർത്ത് കർത്താവ് ഞാൻ പ്രാർത്ഥിക്കുന്നു. ജോലി, ബിസിനസ്, സാമ്പത്തിക വരുമാന മാർഗത്തെ ഓർത്ത് കർത്താവ് ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവ് യേശുവിന്റെ നാമത്തിൽ കർത്താവ് ഷിക്കല്ലാത്തൂരക്കൻ ഷന്തത്തപ്പത്തക്കല്ലാത്തൂരക്കൻ ഷങ്കല്ലാത്തൂരക്കൻ യേശുവിന്റെ നാമത്തിൽ കർത്താവ് പ്രത്യേകിച്ച് കർത്താവ് അസുഖകരമായിട്ട് ബുദ്ധിമുട്ടുന്ന ആൾക്കാർ വഴി യേശുവിന്റെ നാമത്തിൽ കർത്താവെ പ്രാർത്ഥിക്കുന്നു. കർത്താവ് യേശുവിന്റെ പെങ്ങളത്തിൽ ജീസസ് ക്രൈസ്റ്റ് റൈറ്റ് നൗ ഇൻ ജീസസ് നെയിം കർത്താവ് എവിടേക്ക് അസുഖത്തെ ബുദ്ധിമുട്ടുന്നുണ്ടോ ആർത്രൈറ്റിസ് ബന്ധപ്പെട്ട ആൾക്കാർക്ക് കൊണ്ട് പ്രാർത്ഥിക്കപ്പെട്ട ഹെവി ഹെഡേക്ക് മാറിക്കോട്ടെ യേശുവിന്റെ നാമത്തിൽ കർത്താവ്. മനസ്സിൽ കർത്താവ് മുന്നോട്ട് പോകാൻ പറ്റത്തില്ലാത്ത രീതിയെ തടയപ്പെട്ട അന്താരാഷ്ട്ര ആ ചിന്തകള് യേശുവിന്റെ തിരത്തോച്ചത്തെ ക്യാൻസൽ ചെയ്യുന്ന ജീസസിനെ ഷത്തത്തപ്പത്തക്കല്ലത്തൂരക്കൻ യേശുവിന്റെ നാമത്തിൽ കർത്താവ്. എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തിയോർത്ത് കർത്താവ് ഞാൻ പ്രാർത്ഥിക്കുന്നു. പിതാവിന്റെയും പുത്രനെയും വിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഇൻ ജീസസ് നെയിം ഷക്കല്ലത്തൂരക്കൻ. I pray for the people, those who are watching from different countries right now. People are watching from UK, Europe, and Africa, North and South America, and Asian countries. Especially I pray for the people, those who are watching from Kerala, all the Malayalis. Heavenly Father, I pray for them. Thank you for your touching them right now. Thank you for using them mightily. I pray for the people, those who are not speaking in English, not speaking in Malayalam, in a different language, people are watching right now. Different colors, people are watching right now. I pray for the people right now. Especially I pray for Reverend Dennis Naran Sami, who is from South Africa.
I pray and bless Brother Right, spiritually or the other right of all. In Jesus' name. Shakala Turakan, Shantataka. I pray for Jos Matthew, Tomin Matthew, Karil Sanan, Rebel Riceberry, Roy, and Lissy, Sajida Subhash, Ano Yohanan, Claire, Betsy, Daniel, Thomas Moore. Praise the Lord. Hallelujah. I pray for everybody, each and every people. I pray for Sister Robi and Brother Sanji. I pray for their family and their children right now, Father. Father God, thank you for your keeping them, Lord. യേശുവിന്റെ നാമത്തിൽ കർത്താവ് ഒരു പ്രാവശ്യം കൂടെ എല്ലാവരെയും ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കും. ഇൻ ജീസസ് നെയിം. ആമേൻ. സോ ഗോഡ് ബ്ലസ് യു. എല്ലാവരും ഈ വചനം ഒന്ന് ഷെയർ ചെയ്യാനായിട്ട് ഉത്സാഹിപ്പിക്കുന്നു. കർത്താവ് അനേക ആൾക്കാരെ ടച്ച് ചെയ്യും. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. അനേക ആൾക്കാർക്ക് വചനം ഉപകാരപ്പെടുമെന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എല്ലാ സൺഡേയും നമുക്ക് ഈ സമയത്ത് മലയാള ശുശ്രൂഷ ഉണ്ടായിരിക്കും. ഇത് രാവിലെ ശുശ്രൂഷയുള്ള സമയത്ത് കാണത്തില്ല, അത് അനൗൺസ് ചെയ്യുന്നതായിരിക്കും. അല്ലാത്ത സമയങ്ങളെല്ലാം സൺഡേ രാവിലെ ശുശ്രൂഷ ഉണ്ടായിരിക്കും. വർഷിപ്പിന് വേണ്ടി സിസ്റ്റർ ബ്രദർ പ്രസന്റ്